എല്ലാവർക്കും നമസ്കാരം. വലിയ ഒരു ഹാള്, ഒരു വേദിയിൽ ഒരാൾ, അതിൻ്റെ ഒരു വലിയ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. 1 മണിക്കൂർ ദീർഘമായിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞൊരു ഇൻട്രാക്ഷൻ പോലെയൊക്കെ ആവാം. കുറേ ദീർഘമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. ഗാലപ്പഗോസ് മുതൽ തപോമയുടെ അച്ഛൻ വരെ എന്നുള്ളതാണ് ഈ വിഷയം. അതിൽ ചെറിയ ചില വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അത് അവരുടെ കുറ്റമല്ല. ഇതിൽ ഗാലപ്പഗോസ് എന്ന് പറയുന്നത് എൻ്റെ ആദ്യ കഥയല്ല ശരിക്കും, പക്ഷേ ആദ്യ കഥാസമാഹാരമാണ്. തപോമയുടെ അച്ഛൻ്റെ അവസാനത്തെ നോവലല്ല. അതിനുശേഷം ഞാൻ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു ദീർഘമായിട്ടുള്ള ഒരു കഥ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഒന്നും എഴുത്തില്ല. പ്രസംഗം, അതുപോലെ യാത്രകൾ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ സെഷനിൽ അവതരിപ്പിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എന്നെപ്പറ്റി തന്നെയായിരിക്കും. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതങ്ങനെ സംസാരിക്കുക എന്നുള്ളതും ഒരു ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ, അതായത് ഒരാൾ ഒരു വനാന്തർ ഭാഗത്തേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. കാടിൻ്റെ ഉള്ളിലേക്ക്. നിങ്ങൾ എത്ര പേര് കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാടുകൾ ധാരാളമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഗ്രാമം ഒരു മലമ്പ്രദേശമാണ്. ഈ സഹ്യപർവ്വതത്തിൻ്റെ വലിയ നിബിഡമായിട്ട് വനങ്ങൾ എൻ്റെ നാട്ടിൻ്റെ പുറകിലുണ്ട്. അവിടെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വനാന്തർ ഭാഗത്തേക്ക് പോകുന്നത് ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ്. പക്ഷെ സമുദ്രത്തിൽ നമുക്ക് വഴി കാട്ടാൻ ഒരുപക്ഷെ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ചന്ദ്രനും സൂര്യൻ്റെ ദിശയൊക്കെ ഉണ്ടായിരിക്കും. വനത്തിൻ്റെ ഉള്ളിൽ പോയാൽ അങ്ങനെയല്ല. വനം നമ്മളെ വഴിതെറ്റിച്ച് കളയും. വലിയ തോതിൽ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് വനം. അത് എൻ്റെ കഥകളിൽ പലപ്പോഴും വനം വരുന്നുണ്ട്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ഞാനൊരു സിനിമയിലെ മറ്റേ കണ്ടിട്ടുണ്ട്. സിനിമയാണോ ഇനിയിപ്പോൾ സ്വപ്നം കണ്ടാണോ എന്ന് അറിയില്ല. ഒരു ആൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് തിരിച്ചു വരാനായിട്ട് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ കൈലേസുകളുണ്ടല്ലോ, ഈ തൂവാലകൾ, നിറമുള്ള തൂവാലകൾ പല പല മരങ്ങളുടെ അവിടെ ഇങ്ങനെ വെക്കും. അപ്പോൾ തിരിച്ചു വരാനായിട്ട് ഇങ്ങനെ ആ അടയാളം നോക്കും. അതുപോലെയാണ് നമ്മൾ കഥ എഴുതുന്നത്. ജീവിതത്തിൻ്റെ ഒരു അടയാളമാണ്, തിരിഞ്ഞു നോക്കാനുള്ള ഒരു അടയാളം. പിന്നെ കഥ എഴുതിയ കാലം, ഇന്ന നോവൽ എഴുതിയ കാലം, ഇന്ന കഥ എഴുതി പരാജയപ്പെട്ട കാലം, ഇതൊക്കെയാണ് നമ്മുടെ ഒരു എഴുത്തുകാരെ സംബന്ധിച്ച്, കൂടുതൽ ഇതിനോട് പാഷനേറ്റായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അടയാളങ്ങൾ. ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കഥകൾ, ചില കഥകൾ രൂപപ്പെട്ട രീതികൾ, ചില കഥകൾ പ്രസിദ്ധീകരിക്കപ്പെട്ട രീതികൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ ഒരു സമീപകാലത്തുണ്ടായിട്ടുള്ളൊരു പ്രശ്നം, ഞാൻ 10-30 കൊല്ലമായിട്ട് കഥയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വയലാർ അവാർഡ് കിട്ടുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് എഴുതുന്ന ഒരു രചനയാണ് വയലാർ അവാർഡ് എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. ഈ തപോമയുടെ അച്ഛൻ അങ്ങനെയല്ല. ഞാൻ ഒരു 10-30 കൊല്ലത്തിലധികമായിട്ട് ഫിക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വലിയ ജനപ്രീതിയുള്ളൊരു എഴുത്തുകാരായിരുന്നില്ല. ഈ സമീപകാലത്ത് അങ്ങനെ പറഞ്ഞുകൂടാ. ഇപ്പോൾ അത്ഭുതകരമായിട്ട് എൻ്റെ പുസ്തകങ്ങൾ ആളുകൾ വാങ്ങുകയും ഒപ്പിട്ട് വാങ്ങുകയും വായിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചൊരു അത്ര പരിചിതമല്ലാത്തൊരനുഭവമാണ്. അതിന് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ പുതിയ വായനക്കാരോട് നന്ദി പറയുന്നു. സ്വാഭാവികമായിട്ടും പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു പോകാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ അവിടെ അടയാളം വെച്ചിട്ടുള്ള ചില തൂവാലകൾ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഈ ഒരു മണിക്കൂർ നീളുന്ന പ്രഭാഷണത്തെ ഉപയോഗിക്കുകയാണ്. ഞാൻ വരുന്നത്, എൻ്റെ നാട് എന്ന് പറയുന്നത് തൃശ്ശൂർ. നിങ്ങൾക്ക് ചിരി വരാൻ സാധ്യതയുണ്ട്. പട്ടിക്കാട് എന്ന് പറയുന്നൊരു ദേശത്താണ് ഉള്ളത്. ശരിക്കും ഒരു പട്ടിക്കാട്ടുകാരനാണ് ഞാൻ. അപ്പോൾ ഈ പട്ടിക്കാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ പീച്ചി ഡാമിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ അതൊരു പറഞ്ഞ പോലെ തന്നെ വനപ്രദേശമാണ്. പക്ഷേ ദീർഘകാലമായിട്ട് പരിഷ്കാരമുള്ള സ്ഥലമാണ് പട്ടിക്കാട്. അതാണ് വ്യത്യാസം. പലരും വിചാരിക്കുന്നത് പട്ടിക്കാട് ആരും അറിയാം. അങ്ങനെയല്ല. ഞാൻ ഒരിക്കൽ 2-3 കൊല്ലം മുമ്പ് ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ പോയിട്ടുണ്ട്. ട്യൂബിംഗൻ സർവകലാശാല എന്ന് പറയുന്നത് സ്റ്റുട്ട്ഗാർട്ടിലുള്ളൊരു സ്ഥലമാണ്. അവിടെ മഹാനായ ഹെർമൻ ഗുണ്ടർട്ട് പഠിച്ച സ്ഥലമാണ്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ താളിയോല ഗ്രന്ഥങ്ങൾ, നമ്മുടെ മലയാളത്തെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ സക്കറിയ സാറാണ് അത്, ഡോക്ടർ സക്കറിയ സാറാണ് ഇത് കണ്ടെത്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഒരു ആഴ്ചത്തോളം ഈ യൂണിവേഴ്സിറ്റിയിൽ ചില കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ അവരുടെ ലൈബ്രറിയിലിരുന്നു. അപ്പോൾ നോക്കി വന്നപ്പോൾ ഒരു മാപ്പ്, അത് ഹെർമാൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ വരച്ച മാപ്പ്, അതിലെൻ്റെ നാടിൻ്റെ
പേരുണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാവരും തള്ളിക്കളയുന്ന പട്ടിക്കാടിൻ്റെ പേരുണ്ട്. അതുകൊണ്ട് ആ ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. വലിയ ശക്തൻ തമ്പുരാൻ്റെ മറ്റേ കാലത്ത്, അത് ശക്തൻ തമ്പുരാൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 1750 മുതൽ 806 വരെയുള്ള സമയമാണ്. ആ സമയത്ത് ഊട്ടുപുരകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണ്, നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഗ്രാമമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും പഠിച്ചതും, SLC വരെയൊക്കെ പഠിച്ചതും ഒക്കെയാണ്. ഈ സമയത്ത് വളരെ ചെറുപ്പം തൊട്ട് തന്നെ എഴുത്തുകാരനാവുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എൻ്റെ അച്ഛനെ എഴുതുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം മാതൃഭൂമി ആനന്ദപ്പതിപ്പിൽ ഞാൻ അച്ഛനെ അഭിമുഖം ചെയ്തുകൊണ്ടൊരു വലിയ ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു പരാജയപ്പെട്ട എഴുത്തുകാരനാണ്. പരാജയപ്പെട്ടെന്ന് വെച്ചാൽ പരാജയവും ജയമൊന്നും ഇല്ല എഴുത്തിൽ, അത് വേറെ വിഷയം. ദീർഘമായിട്ട് എഴുത്ത് ജീവിതം കൊണ്ട് പോകാത്ത ഒരാൾ ഒരു നോവലൊക്കെ എഴുതിയിട്ടുണ്ട്, കറൻറ്റ് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അവിടെ കുതിരാൻ മല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ മലയൊക്കെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അച്ഛൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ, അച്ഛനൊരു മുനിസിപ്പൽ ജീവനക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കും. ആ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും എഴുത്ത് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും എഴുത്തുകാർ എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള മുന്തിയ ആളുകളാണെന്നും ധരിക്കുകയോ ചെയ്തിരുന്നൊരു ബാല്യകാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുത്ത് തുടങ്ങുക എന്നുള്ളത് ഒരു 4-ലോ 5-ലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാവരും 5 വയസ്സുള്ളവരൊക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയല്ല, അന്ന് ഇങ്ങനെ എഴുതുന്നു. അതുപോലെ തന്നെ ടീച്ചർമാരെ കാണിക്കാനായിട്ട് നമ്മൾ മലയാള പരീക്ഷയിൽ എഴുതുന്ന ലേഖനങ്ങളൊക്കെ ഉത്തമമായ സാഹിത്യമാണെന്നൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. സ്കൂളിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എഴുതുന്ന കവിതകളും കഥകളൊക്കെ വലിയ സാഹിത്യമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കാരണം നമ്മൾ എഴുതാൻ പോവുകയാണല്ലോ. അതേസമയം പിന്നെ ഞാൻ എഴുതി തുടങ്ങിയത് എപ്പോഴും കവിതയിലായിരുന്നു എൻ്റെ ഒരു കണ്ണ്. കവിതയാണ്. ഞാൻ കേരളോർമ്മ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ച. ആ സമയത്ത് കവിതയ്ക്കൊക്കെ അവിടെ പ്രീ ഡിഗ്രിയിൽ സമ്മാനം കിട്ടുകയും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ കവിതയായിരുന്നു. കവിത ലേഖനമൊക്കെ എഴുതിയിരുന്നു, കഥയിൽ വന്നിരുന്നില്ല. ഒരു 89 ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായി. അതായത് ഞാൻ ഫിസിക്സാണ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അടുത്ത വർഷം തന്നെ എനിക്ക് ജോലി കിട്ടി. ഡിഗ്രി പഠിക്കുന്ന കാലത്ത് എഴുതിയ 2 ടെസ്റ്റുകൾ, അന്നൊരു ടെസ്റ്റ് എഴുതാനൊക്കെ വലിയ ഒരു സ്കില്ലുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും അത് വേണമെങ്കിൽ ടെസ്റ്റ് എഴുതിയ പാസ്സാവും, അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് എഴുതുകയും ഡിഗ്രി കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ നേരെ കോളേജിൽ നിന്ന്, ഉന്നതമായ കോളേജ് വിദ്യാഭ്യാസം നടന്നിട്ടില്ല, നേരെ കോളേജിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി ചെയ്തത്. അതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടിയിരുന്നു ഡൽഹിയിലെ ഈ സ്റ്റാഫ് സെലക്ഷൻ്റെ. അതിന് പോയില്ല, നാട്ടിലായതുകൊണ്ട് ഞാനിവിടെ ജോലിക്ക് ചേർന്നു. ഇത് കിട്ടിയപ്പോൾ ആ സമയത്ത് കഥ എഴുതാനൊക്കെയുള്ള ആലോചനകൾ. അപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതിൽ എൻ്റെ കഥയെ ബാധിക്കുന്ന എന്നെ കഥാകൃത്താക്കിയ വായന, സിനിമകൾ, യാത്രകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയും ഇതിൽ ഈ യാത്രയിൽ. അപ്പോൾ ഈ 90കളിലൊക്കെ കവിത എഴുതുന്നു. 90 സാഹിത്യ അക്കാദമി ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ നമ്മുടെ കുമാരനാശാൻ സ്മാരകം ഉണ്ടല്ലോ, അവിടെ ഒരു ക്യാമ്പ്. അപ്പോൾ ഞാൻ കവിയായിട്ട് അതിൽ 25 പേരിൽ ഒരാളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപൂർവം ചിലരൊക്കെ പേരുള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സിനിമ പാട്ടിലൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള അനിൽ പനച്ചൂരാനൊക്കെ ആ ക്യാമ്പിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നില്ല നമ്മുടെ ഒപ്പം. പക്ഷെ അതിലങ്ങനെ വലിയൊരു എഴുത്തുകാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്വയം അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ഞാൻ മാത്രമേ ഉണ്ട്. പക്ഷേ ഞാൻ കവിതയിലായില്ല. കാരണം അന്ന് അയ്യപ്പ പണിക്കർ സാറാണ് അവസാനം ഇതിൻ്റെ ഉപസംഹാരം എന്നുള്ള രീതിയിൽ വന്ന് അദ്ദേഹം ചോദിച്ചു. വലിയ കുസൃതിയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ പഴയ തമിഴ് കാവ്യങ്ങളൊക്കെ അദ്ദേഹം ചൊല്ലണ്ടേ. 25 പേരുണ്ടല്ലോ നിങ്ങൾ, ഇത്രയും 3-4 ദിവസം കവിത പഠിച്ചല്ലോ. ഒരു വലിയ ആളുകളൊക്കെ പഠിച്ചിരുന്നത്, ONV സാറ്, ഗുപ്തൻ നായർ, വിനയചന്ദ്രൻ സാറ്, അങ്ങനെ ഒരുപാട് വലിയ എഴുത്തുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നടത്തിയിരുന്ന നബീസ ഉമ്മാൾ എന്നുള്ള ഒരു നിങ്ങളുടെ MLA ആയിരുന്നു. അവർ നിങ്ങൾ വിചാരിക്കുന്നതല്ലോ, അവർക്ക് കവിതകളെല്ലാം കാണാണ്ട് അറിയായിരുന്നു. എല്ലാം അറിയും, എന്ത് പറഞ്ഞാലും അവരപ്പം തന്നെ കവിതകൾക്ക് മുഴുവൻ കാണാതെ പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ നടത്തി. അപ്പോൾ പണിക്കർ സാർ ചോദിച്ചു, നിങ്ങൾ കവിത എങ്ങനെയാണ് ചോദിച്ചു, ഈ 3 ദിവസം കൊണ്ട് കവിത എഴുത്ത് നിർത്താൻ തീരുമാനിച്ച എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. കുറച്ച് പേര് കൈവക്കി, ഒരു 4-5 പേര് കൈവക്കുകയുണ്ടായി, 25. പക്ഷെ ഞാനന്ന് കൈവക്കിയില്ല. പക്ഷെ സത്യത്തിൽ അതാണ് ഉണ്ടായത്, കവിത എഴുത്ത് നിർത്തി. കാരണം ഇത് ഈ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് മുഴുവൻ നടക്കുന്നൊരു കാര്യമല്ല. കാരണം വലിയ പാരമ്പര്യം ആവശ്യപ്പെടുന്ന ഒരു രീതി, ഒരു മാർഗ്ഗമാണ് കവിതയുടേത്. നിങ്ങൾ രാമായണം വായിച്ച് വലിയ ശക്തമായിട്ട് പഠിക്കണം. സംസ്കൃത ബന്ധമുള്ള ഒരുപാട് കവിതകൾ, ഇപ്പോൾ കുമാരനാശാൻ്റെ കവിതകൾ സംസ്കൃതമായിട്ട് കുറച്ച് ബന്ധമില്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവില്ല നമുക്ക്. ഇപ്പോഴത്തെ ഗദ്യ കവിതകൾ പോലെയല്ല, വലിയ കവിതകളായിരിക്കാം, നമുക്കറിയാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി
നമ്മുടെ ഒരു വഴി ഇതല്ല എന്ന് വെച്ചു. ആ കാലത്തൊരു സംഭവം ഉണ്ടാകുന്നത് ഈ 90കളൊക്കെ എത്തിയപ്പോൾ ഈ NS മാധവൻ ഹിഗ്ഗിറ്റുമായിട്ട് മലയാളത്തിലൊരു കഥയുടെ ഒരു വലിയ തിരിച്ചുവരവ് ഉണ്ടാകുന്നുണ്ട്. വലിയ ഉത്സവം ഉണ്ടാകുന്നു. ഈ കഥകൾ ഇദ്ദേഹം അടുപ്പിച്ചടുപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ NS മാധവനെ ഇൻ്റർവ്യൂ ചെയ്തു ഇവിടെ വെച്ച്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി അന്നും പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു. അദ്ദേഹത്തിൻ്റെ കഥകൾ ആദ്യം ഒരു സമാഹാരം വന്നിട്ടുണ്ട്, ചൂളൈമേടിലെ ശവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മാതൃഭൂമി സമ്മാനം കിട്ടില്ല. ഞങ്ങളുടെ തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹിഗ്ഗിറ്റ് വായിക്കുകയും ചൂളൈമേട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത ഒരു തലമുറയാണ്. മറ്റുള്ളവരങ്ങനെയല്ല. ആദ്യത്തെ ചൂളൈമേട് വായിച്ച് മാധവനെ രണ്ടാമത് തിരിച്ചു കിട്ടിയ തലമുറയാണ്. അപ്പോൾ ഞങ്ങളിത് വായിക്കുകയും ഞങ്ങളുടെ ഒരു തലമുറ മിക്കവാറും ഈ ഒരു കഥയുടെ ഈ പ്രഭാവലയത്തിൽ പെട്ടുപോവുകയും ചെയ്തു 90കളിലെ കഥാകൃത്ത്. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ എൻ്റെ റിൽക്കയുടെ കത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പ്രകാശനം ചെയ്തത് എൻ്റെ സുഹൃത്ത് സുഭാഷ് ചന്ദ്രനായിരുന്നു. ഈ സുഭാഷ് 1994 മാതൃഭൂമി നടത്തിയ വിഷു പതിപ്പ്, അതും കുറേ വർഷങ്ങൾക്ക് ശേഷം ചെയ്ത 2 തിരിച്ചുവരവുകൾ, ഒന്ന് മാധവൻ ഒന്ന് സുഭാഷിൻ്റെ ഈ മത്സരം നടത്തിയതിൽ സുഭാഷ് 1ാം സമ്മാനം നേടി. അതിപ്പോൾ ഇന്ന് രാവിലെ അതിനെപ്പറ്റി ഒരു ചർച്ച അവിടെ കേട്ടു. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് പറയുന്ന കഥ, ഈ കഥ വരുന്നു. അപ്പോൾ ഇത് 2 കഥാകൃത്തുകൾ വരുന്നു. നിരന്തരം കവിതകൾ ഇങ്ങനെ നല്ല ഒരു കഥയുടെ ഒരു വസന്തകാലമായിരുന്നു ആ സമയത്ത്. പല തലമുറയിലുള്ള കഥാകൃത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നത് ഞാൻ 97, അപ്പോൾ ഞാൻ 94 ഒരു കഥ എഴുതണം. 93 ചെറിയ കഥ എന്നുള്ളൊരു മാസികയിൽ വന്നിട്ടുണ്ട്, കലാകൗമുദിയുടെ. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ആലോചിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ 94 ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥയിലേക്ക് വന്നു. അത് ബാഗ് ബഹാദൂർ എന്ന് പറയുന്നൊരു കഥയാണ്. ബാഗ് ബഹാദൂർ എന്ന് പറഞ്ഞാൽ ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഒരു പുലി വേഷം കെട്ടുന്ന ഒരാളെ പറ്റിയിട്ടുള്ള കഥയാണത്. ഈ കഥ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആകെ സംഭ്രമം പെട്ടു എന്ന് പറയാം. അന്ന് കാരണം ഈ കമ്പ്യൂട്ടറൊക്കെ ഓഫീസുകളിൽ വരുന്ന സമയമാണ്. അതിൽ തകർന്നു പോകുന്ന ഒരു മനുഷ്യൻ, അതായത് ഈ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി അപ്രസക്തരാവുന്ന ഒരു മനുഷ്യൻ ആണ്. ഈ ബാഗ് ബഹദൂറിലെ തീം എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു പുലി വരുന്നതോട് കൂടിയിട്ട് പുലിവേഷം കെട്ടുന്നവൻ അപ്രസക്തനാണ്, അവളുടെ കാമുകി വരെ അയാളെ ഉപേക്ഷിച്ചു പോകും. അങ്ങനെ ഒരു കഥയാണ് ബാഗ് ബഹാദൂർ. വേണമെങ്കിൽ ഈ കാഫ്കയുടെ ഹങ്കർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയായിട്ട് സാദൃശ്യം നമുക്ക് പറയാം ആ ഒരു സിനിമയ്ക്ക്. അപ്പോൾ ഇത് വായിക്കുന്നത്, ഇതെന്നെ ഈ സിനിമ കാണുന്നത് എന്നൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ സിനിമ കണ്ടില്ല. മാസത്തിലൊരിക്കൽ തൃശ്ശൂർ ഒരു നവചിത്ര ഫിലിം സൊസൈറ്റി ഉണ്ട്, അതിൽ പോയി കാണുകയാണ്. എളുപ്പമല്ല. അത് കണ്ട് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ഈ ഒരു സിനിമ ഒരു കഥയുടെ രൂപത്തിൽ ഞാൻ എഴുതി നോക്കുകയും ചെയ്തു. പിന്നെ 94 തൊട്ട് ഈ കഥകൾ അയക്കും, മടങ്ങി വരും, പിന്നെ അയക്കും, മടങ്ങി വരുന്നതിന് വലിയ കാലവിളമ്പുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പകർത്തി എഴുതണം. ഇന്നത്തെ നമ്മുടെ കമ്പ്യൂട്ടറില്ല, പകർത്തുകയും അയച്ചു കൊടുക്കും. നിങ്ങൾ പാവം രാജകുമാരൻ എന്നുള്ള സിനിമ കണ്ടെങ്കിൽ മനസ്സിലാവും. കവിത തിരിച്ചു വരുന്ന നമ്മുടെ സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അയാളെ കൂട്ടുകാരെല്ലാവരും കൂടി കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ ഈ കഥ തിരിച്ചു വരുന്നത് ആളുകൾ കാണും, അത് കാണാതിരിക്കാൻ നമ്മളത് ഒളിച്ചു വയ്ക്കും. അങ്ങനെയുള്ള അപ്പോൾ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാവും പിന്നെ ഒരു കഥ അയക്കാനുള്ള ഒരു എനർജി കിട്ടുക. അപ്പോൾ കുറേ കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു കഥ അയക്കുന്നു. അങ്ങനെ 94 എഴുതിയ കഥ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ 98 അത് മടക്കിയ മാതൃഭൂമി തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. പിന്നീട് അത് വേറൊരു സാഹചര്യം. പിന്നെ 96 ഞാൻ ഗാലപ്പഗോസ് എന്ന് പറയുന്ന കഥ എഴുതി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ബാഗ് ബഹദൂറായിരുന്നു എൻ്റെ ആദ്യത്തെ കഥ, മേജറായിട്ടുള്ള കഥ. പക്ഷേ ഗാലപ്പഗോസുള്ള കഥ ഞാൻ എഴുതി. ഗാലപ്പഗോസിൽ നിങ്ങൾ എത്ര പേര് ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തപോമയുടെ അച്ഛൻ എഴുതിയ ഒരാളായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. മുകുന്ദൻ ഏഞ്ചൽ മേരി എഴുതിയ ആളെന്ന് പറയുന്ന പോലെ ഞാൻ തപോമയുടെ അച്ഛൻ എഴുതിയ ഒരാൾ. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. അപ്പോൾ ഈ ഗാലപ്പഗോസ് എന്ന് പറയുന്നത് ഒരു ഇക്വഡോറിൻ്റെ കീഴിലുള്ള ഈ അമേരിക്കയുടെ താഴെയുള്ള ദ്വീപ സമൂഹമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വീപ സമൂഹത്തിലേക്ക് അധികം വലിയ ചലനങ്ങളൊന്നും മറ്റ് ആക്രമണങ്ങളും കാര്യങ്ങളൊന്നും നടത്താൻ അവിടെ ഭീമാകാരന്മാരായിട്ടുള്ള ആമകളൊക്കെ ഉണ്ട്. ആമ എന്നാണ് ഈ സ്പാനിഷ് വാക്കിൽ ഈ ഗാലപ്പഗോസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ ആമകളെയും അവിടെയുള്ള ജീവികളെയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മഹാനായിട്ടുള്ള ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് അന്ന് വായിച്ചിട്ടുള്ള ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ഏകാന്തയുടെ 100 വർഷങ്ങളുടെ വലിയ സ്വാധീനത്തിൽപ്പെട്ട് എഴുതിയ കഥയാണ് ഈ ഗാലപ്പഗോസ് എന്ന് പറയുന്നത്. ഒരു സർക്കസ് നാട്ടിൽ പ്രദർശനത്തിന് വരുന്നതും അതിൽ ഈ സർക്കസിലെ ആളുടെ മകനെ തന്നെ കൂട്ടിലടച്ച് വെക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു കഥയാണ് ഈ ഗാലപ്പഗോസ്. അത് പിന്നീട് പരിണാമമായിട്ട് ബന്ധപ്പെടുത്തി ഗാലപ്പഗോസ് ഐലൻഡ്സ് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കഥ എഴുതുകയാണ് ചെയ്തത്. ഇത് 96 എഴുതി. അത് ഒറ്റയടിക്ക് എഴുതിയിട്ടില്ല. ഇപ്പോൾ പൊതുവെ ഒറ്റയടിക്ക് കഥ എഴുതുന്ന ഒരാളല്ല, സമയം എടുത്തുകൊണ്ടാണ് എഴുതുന്നത്. ഇത് ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ഒരു ലോഡ്ജിലിരുന്ന് അത് ട്രെയിനിങ്ങിനെ മറ്റോ വന്ന സമയത്ത് ഒറ്റയടിക്ക് ഇരുന്ന് എഴുതിയ കഥയാണ് ഗാലപ്പഗോസ് എന്ന് പറയുന്ന. അന്ന്
ഗാലപ്പഗോസ് എന്ന് പേരിട്ടിട്ടുള്ള ഈ കഥ. ഈ കഥകൾ എഴുതുന്നുണ്ട്. പിന്നെ പക്ഷേ എനിക്ക് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. കഥയൊന്നും ആരും പ്രസിദ്ധീകരിക്കുന്നില്ല. വലിയ നിരാശയോടുകൂടി ഏറ്റവും പുതിയ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന പോലെ 97 മാർച്ച് 31 ഞാൻ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറിപ്പോയി. അവിടെ ചെന്ന് 31 അതൊരു കോടതി കേസുണ്ടായിരുന്നു. ആ കോടതി കേസ് പിൻവലിച്ച പിറ്റേ ദിവസം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പോകാതിരിക്കുക, പ്രൊമോഷനൊന്നും പോകാതിരിക്കുക, സീനിയോറിറ്റി പോകാണ്ടിരിക്കാനായിട്ട് 31 തന്നെ പോയി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്ന് സാഹിത്യ നഗരം ഇന്ന് ഔദ്യോഗികമാണ്, അന്ന് അല്ലെങ്കിലും പക്ഷെ അതൊരു സാധ്യത തുറന്നത്. ഞാൻ 5 കൊല്ലം കോഴിക്കോട് ജോലി ചെയ്തു, 5-5.5 കൊല്ലം കോഴിക്കോട് ജോലി ചെയ്യുന്നു. എനിക്കവിടെ ആരെയും അറിയില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ പരിചയങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റിൽക്കയുടെ കത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിൽക്കയുടെ കത്തുകൾ ഞാൻ ഏലൂർ ലെൻഡിൻ ലൈബ്രറിയിൽ നിന്ന് കിട്ടുകയും അത് തർജ്ജമ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അത് ഞാൻ അവിടെ പറയുണ്ടായി. അതായത് മറ്റുള്ളവരെ സ്വന്തം കഥ കാണിക്കാൻ മടിയുള്ളത് കൊണ്ട് ഒരു വലിയ എഴുത്തുകാരൻ്റെ കത്തുകൾ വിവർത്തനം ചെയ്യുകയും അത് മറ്റുള്ളവരെ കാണിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് വലിയ ബുദ്ധിമുട്ടില്ല. വലിയ മഹാനായിട്ടുള്ള റിൽക്കയുടെ കത്തുകൾ തർജ്ജമ ചെയ്യുന്നു, ആളുകളെ കാണിക്കാം. സ്വന്തം കഥ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ എൻ്റെ നാട്ടുകാരെന്ന് പറയാൻ വെച്ചാൽ എൻ്റെ ഇരിങ്ങാലക്കുടക്കാരനായിട്ടുള്ള TV കൊച്ചുബാവ ഒരു മാഗസിൻ നടത്തുന്നുണ്ട് അന്ന്, ഗൾഫ് വോയിസ് എന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൊച്ചുബാവയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ആൾ പറഞ്ഞു കൊച്ചുബാവയെ പോയി കാണിക്കുന്നു. ഞാൻ 5 കഥയായിട്ടാണ് പോണത്, 1 2 അല്ല, 5 കഥയുമായി കൊച്ചുബാവയെ പോയി കാണുന്നു. കൊച്ചുബാവ വലിയ ഒരു സുന്ദരനായ മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് നോക്കി പിന്നെ വരൂ എന്ന് പറയുണ്ടായി. അപ്പോൾ ഈ പിന്നെ വരും എന്ന് പറഞ്ഞ് പോയിട്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നേരം കിട്ടിയില്ല. എനിക്കറിയില്ല ഇവർ ഇത്ര എന്നെ അപമാനിക്കുകയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പുതിയ എഴുത്തുകാർ ഒരു കഥ അയച്ചു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നോക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ജീവിത പ്രശ്നമാണ് അത്, കൊച്ചുബാവയുടെ. അപ്പോൾ എനിക്ക് പക്ഷേ അദ്ദേഹത്തോടൊരു വലിയ വിയോജിപ്പ് തോന്നുകയൊക്കെ ചെയ്തു. ഇനി ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിലേക്കൊന്നും പോവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ആകസ്മികത ഉള്ള ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ 98 എൻ്റെ ഒരു സുഹൃത്ത് ശ്രീകുമാർ എന്ന് പറയുന്ന MK ശ്രീകുമാർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഏറ്റവും ഗംഭീരനായ ഒരു വായനക്കാരനാണ് അദ്ദേഹം. എൻ്റെ ഒരു 1-2 കഥകൾ ഞാൻ വായിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. അങ്ങനെ ആകസ്മികമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞു, ഇത് മുഖ്യധാരയിൽ വരേണ്ട കഥകളാണ്, വെറുതെ ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങൾക്കൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം 2 കഥ എടുത്ത് നേരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള KC നാരായണൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തു. KC നാരായണൻ പറഞ്ഞു ഇതിലൊരു കഥ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം മാറി. എനിക്ക് വിവാഹം കഴിഞ്ഞ സമയമാണ്. നേരെ ഞങ്ങളൊരു ഫ്ലാറ്റിലേക്ക് മാറി. 98 ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ വളരെ ആകസ്മികമായിട്ടൊരു സംഭവം ഉണ്ടാവുകയാണ്. ഞാൻ വീട്ടിൽ എൻ്റെ 3ാമത്തെ നിലയിലാണ് എൻ്റെ ഫ്ലാറ്റ്. താഴെ എൻ്റെ കയ്യിൽ അന്നൊരു ബൈക്കുണ്ട്, പിന്നീടത് മോഷണം പോയി. അപ്പോൾ ഈ ബൈക്ക് കൊണ്ടുപോയി താഴെ വെച്ചിട്ട് നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മുകളിൽ താമസിക്കുന്ന ആളാണല്ലേ? അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ പേര് സഹദേവൻ എന്നാണ്, ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കഥകൾ മടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഥകൾ മടക്കിയിട്ടുണ്ടെന്ന് പഠിച്ചപ്പോൾ അപ്പോൾ കഥാകൃത്തുക്കളെ കാണുന്നത് യഥാർത്ഥത്തിൽ പത്രാധിപന്മാർക്ക് പേടിയാണ്. അടുത്ത ദിവസം ഒരു കഥയും കൊടുക്കും അല്ലെങ്കിൽ കവിത കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കത് എന്നെ അത്ര തൃപ്തിയായില്ല. പക്ഷേ ഭാഗ്യത്തിന് ഞാനൊരു കാര്യം പറഞ്ഞു, KC നാരായണൻ എൻ്റെ ഒരു കഥ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയം, ആ കാലാവസ്ഥ മാറി. കാരണം KC നാരായണൻ അദ്ദേഹത്തിന് തൊട്ട് മുമ്പിൽ അവിടെ ഇരുന്ന ആളാണ്, വലിയ പേരുള്ള പത്രാധിപർ. ഇവിടെ ഉണ്ട് ആൾ, ഇവിടെ ഈ സ്റ്റേജിലല്ല, അതിൻ്റെ ഉള്ളിലുണ്ട്, പത്രാധിപരാണ്. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് വരും, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോവുകയും ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു വിശ്വാസിയല്ല, പക്ഷേ ചില സംഭവങ്ങൾ ആകസ്മികമായിട്ട് നടക്കുക. അപ്പോൾ അവിടേക്ക് ഇന്നത്തെ പോലെ മൊബൈലല്ല, ടെലഫോൺ, ലാൻഡ് ലൈനിൽ ഫോൺ വന്നു. ദിസ് ഈസ് KC നാരായണൻ. അപ്പോൾ പറഞ്ഞു KC നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ സന്തോഷ് കുമാർ എന്നാണ് പേര്. അത് അടുത്ത നവംബർ 10 വരുന്നുള്ള, അന്ന് 10 ഇറങ്ങാം ഭാഷാഭൂഷണം, ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും കൂടി ഒന്ന് ഉറപ്പായി. അപ്പോൾ എന്നോട് പറഞ്ഞു വല്ല കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. വല്ലതാണോ, എൻ്റെ കയ്യിൽ കുറേ കഥകളായിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാത്രി വെട്ടും തിരുത്തൊക്കെയല്ല, എപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാ കഥയും ഇങ്ങനെ വെട്ടുകയും, ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് തിരുത്തിക്കൊണ്ടിരിക്കും. ഒരു മാസമൊക്കെ എടുത്ത് തിരുത്തും, പിന്നെയും തിരുത്തും, അങ്ങനെയുള്ളതാണ്. അച്ചടിച്ച് വന്നാലും തിരുത്തും. അങ്ങനെ തിരുത്തിയ ഒരു 2 രചനകൾ കൊണ്ടുകൊടുത്തു. ഒന്ന് ബാഗ് ബഹാദൂർ ആയിരുന്നു, ഒന്ന് ഹിജടകൾ എന്ന് പറഞ്ഞ കഥയായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇത് മുഴുവൻ വെട്ടും തിരുത്താണല്ലോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു.
ഭാഗ്യത്തിന് അദ്ദേഹം സിനിമയിൽ വലിയ താല്പര്യമുള്ള ആളാണ്. സഹദേവൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. സഹദേവൻ നിങ്ങൾ ഇന്ത്യ വിഷനിൽ 24 ഫ്രെയിംസ് ചെയ്തിരുന്ന ആളാണ്. മാതൃഭൂമിയിൽ നിന്ന് വിട്ടിട്ട് സിനിമയെ പറ്റി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മറ്റേ കുറേ കാലം അദ്ദേഹം ഈ ഒരു പരിപാടി നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമ ബുദ്ധദേവ് ദാസ്ഗുപ്തയുടെ സിനിമ എന്ന് കണ്ടപ്പോൾ ആൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ആൾ വായിച്ചിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ഇത് വൃത്തിയായി പകർത്തി തരൂ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. വൃത്തിയായി പകർത്തി കൊടുക്കാൻ ഞാൻ അവിടെ നിന്ന് തന്നെ പകർത്താണ്, ഹാഫ് ഡേ ലീവ് എടുത്തുകൊണ്ട് പകർത്താണ്, കാരണം പച്ചടിച്ച് വരണല്ലോ. അത് നേരെ കൊടുത്തു. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഈ 2 കഥകളും ഒരേ ദിവസം അച്ചടിച്ചു വന്നു. നവംബർ 10 അച്ചടിച്ചു വന്നു. അതായത് ഭാഷാഭൂഷണിയിലും വന്നു, മാതൃഭൂമിയിലും വന്നു. അപ്പോൾ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു സമയ വിളംബത്തിന് ശേഷം ഒരേ ദിവസം ഭാഷാഭൂഷണിയിലാണെങ്കിൽ വളരെ ഇപ്പോൾ നോക്കിയാൽ പ്രാചീനമായിട്ടുള്ള എൻ്റെ ഒരു ചിത്രത്തോട് കൂടിയിട്ടാണ് പുസ്തകം വന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർക്കും നാട്ടുകാർക്കും കുറേശ്ശെ അന്ന് എല്ലാവരും വായിക്കും ഇതൊക്കെ, നിങ്ങൾ കഥാകൃത്താണ് എന്ന് അംഗീകരിക്കാനായിട്ട് തന്നു. അതാണ് എൻ്റെ ഒരു തുടക്കം. വലിയൊരു ബ്രേക്കാണ് കിട്ടിയത്. 2 വലിയ പ്രസിദ്ധീകരണങ്ങൾ ഒരേ ദിവസം ഒരു കഥ വരികയാണ്. കുറേ നാൾക്ക് തീരെ. പിന്നെ ആ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് നവംബറിലല്ലേ വന്നത്, ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പുകളിൽ ഈ കഥകൾ 2ഉം വന്നു തുടങ്ങി. അന്ന് തെരഞ്ഞെടുപ്പ് ഈ കൊല്ലത്തെ മികച്ച കഥകളിൽ ഈ 2 കഥകളും വന്നു. എൻ ശശിധരൻ മാഷൊക്കെയാണെന്ന് എഴുതുന്നത് മികച്ച കഥയാണെന്ന് പറഞ്ഞു. ഇന്ത്യ ടുഡേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ചർച്ച നടത്തി. അന്ന് ഇന്ത്യ ടുഡേ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ ദീർഘമായിട്ട് ടി പത്മനാഭൻ, വി രാജകൃഷ്ണൻ സാർ, അങ്ങനെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ചർച്ചയിൽ രാജകൃഷ്ണൻ സാർ പറഞ്ഞു ഈ 2 രചനകൾ വളരെ മികച്ച രചനകളാണ്, പുതിയ തലമുറ എഴുത്തിലേക്ക് വരുന്നുണ്ടെന്ന് ഡോക്ടർ വി രാജകൃഷ്ണൻ പറഞ്ഞു. അതും എനിക്കൊരു ബ്രേക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ പുസ്തകം കുറച്ച് കഥകൾ 2000 ഞാൻ ഒരു 11 കഥകൾ, അതിലെല്ലാം പ്രസിദ്ധീകരിച്ചല്ല, 7-8 കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിലത് മടക്കിയൊന്നും പ്രസിദ്ധീകരിക്കാതെ പറ്റാത്ത ഈ കഥകളെല്ലാം കൂടി ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൻ്റെ പേരാണ് ഗാലപ്പഗോസ് എന്ന് പറയുന്ന കഥാസമാഹാരം. നിർഭാഗ്യവശാൽ ഈ കഥാസമാഹാരം പ്രസിദ്ധീകരിക്കാവുന്ന ആളില്ല. എൻ്റെ മാത്രമല്ല, ഈ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആളില്ല. അയാൾ മാതൃഭൂമിയിലെ 1ാം സ്ഥാനം കിട്ടിയ ആളാണ്. മാതൃഭൂമിയിൽ നിരന്തരം സുഭാഷിന് നല്ല നല്ല കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ആളില്ല. അത് NBS ആണ് പ്രസിദ്ധീകരിച്ചത്. കറൻറ്റോ DCയോ മാതൃഭൂമി അന്ന് ഇങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കുകയും ഇത് വിതരണത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഗാലപ്പഗോസ് വിതരണത്തിന് DC ബുക്സിൽ കൊടുത്തു. അത് 5 കൊല്ലം കൊണ്ട് ഒരു 10-400 കോപ്പി ചിലവായി. ബാക്കിയുള്ള കോപ്പികളൊക്കെ തിരിച്ചു കിട്ടി. അപ്പോൾ വളരെ അത്ര ശോഭനമായിട്ടുള്ളൊരു തുടക്കമായിരുന്നില്ല ഈ പുസ്തകത്തെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്. അത് അങ്ങനെ തുടർന്നു പോന്നു. പിന്നെ ഭാഗ്യവശാൽ ഈ കഥാസമാഹാരം വന്നതിന് ശേഷം ഇപ്പോൾ 26 കൊല്ലമായിട്ട് എൻ്റെ ഒരു രചനയും മടങ്ങിയിട്ടില്ല, മാഗസിനുകളിൽ നിന്നും മടങ്ങിയിട്ടില്ല. ജനപ്രീതി കുറവായിരിക്കും, പക്ഷേ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പത്രക്കാരെന്നെ മടക്കാറില്ലായിരുന്നു. തന്നെയല്ല, ഈ 2001 ഒരു കറൻറ്റ് ബുക്സിൻ്റെ സുവർണ ജൂബിലി പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, 50 കൊല്ലമായി. ഇപ്പോൾ അവരൊരു പ്രസിദ്ധീകരണത്തിൽ ആ കൊല്ലത്ത് വന്നിട്ടുള്ള കഥകളിലെ ഏറ്റവും മികച്ച ഒരു കഥയ്ക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ ഒരു 3 അന്ധന്മാർ ആനയിരിക്കുന്നു എന്നുള്ള കഥ ഇന്ത്യ ടുഡേയിൽ വന്നതാണ്. അത് ഇന്ത്യ ടുഡേയിൽ വന്നതിന് ഒരു ചരിത്രമുണ്ട്. ആ കഥ എൻ്റെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കഥയാണ്. കാരണം ഈ കഥ 2001 ഞാൻ എഴുതി ഇന്ത്യ ടുഡേയിലേക്ക് അയച്ചു കൊടുക്കണം. അന്ന് ഇന്ത്യ ടുഡേയിൽ ഒരു കഥ വരിക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു എഡിറ്ററാണ് അവിടെ, സുന്ദർദാസ്. ആൾ ശ്രദ്ധിക്കും. ഈ കഥ അദ്ദേഹം 3 സെൻറ്റൻസ് വെട്ടി. ആളുടെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ ആർക്കും പറ്റില്ല. ഒരു ഡോക്ടറാവേണ്ട ഒരാളായിരുന്നു അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഞാൻ ഇതിലെ 3 സെൻറ്റൻസ് വെട്ടുന്നു, നോക്കൂ പ്രസിദ്ധീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഥ ഭൂതകാലത്തിൽ എഴുതി, 3 സെൻറ്റൻസ് വെട്ടിയോട് ഇത് വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കഥ അങ്ങനെയാണ്. അത് എഡിറ്റർമാരുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും എഡിറ്റർമാർക്ക് എതിരെ നിൽക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട്. ഈ കഥ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ അതിന് അത് വന്ന് അറിയില്ല. ഇന്ന് കഥ ആൾക്കാർ വായിക്കും, ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു അഭിപ്രായം കിട്ടുക. സാധാരണ ഇന്നിപ്പോൾ ഒരു കഥ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ തുടങ്ങും ഫേസ്ബുക്കിൽ, ഇതെവിടെയാണ് ഈ ഭയങ്കരമായ കഥ, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചുള്ള ആഹ്ലാദങ്ങൾ കിട്ടും. ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമ്മാനം എനിക്ക് കിട്ടി. അത് തന്നെയല്ല, നമ്മുടെ ഇപ്പോൾ എൻ്റെ ജനറേഷനിലുള്ള എല്ലാ റൈറ്റേഴ്സിൻ്റെയും കഥകളുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു പുസ്തകം ഇവർ ഇറക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ 1ാം സ്ഥാനം കിട്ടിയൊരു കഥയാണത് ഈ പറയുന്ന 3ാമത്തെ. അതിനുശേഷം ഞാൻ പറയും 10-20 കൊല്ലമായിട്ട് അവാർഡുകൾക്ക് അയക്കാതിരിക്കുക എന്നുള്ളൊരു സ്വഭാവം കൂടി ഞാൻ തുടങ്ങി വെച്ചത് അപ്പോഴാണ്. ഇത് കിട്ടിയല്ലോ, അപ്പോൾ അത് മതി എന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ ഉണ്ടായി. അതിനുശേഷം നിരവധി പലതവണ നമ്മുടെ കഥകൾക്ക് പുരസ്കാരം കിട്ടുകയും അതുപോലെ പുസ്തകങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള കുറേ വായനക്കാരെൻ്റെ കൂടെ എല്ലാ കാലത്തുണ്ട്. ഇപ്പോൾ തപോമായി വന്നോട് കൂടിയിട്ട് കുറേ എഴുത്തുകാർ വന്നിട്ടുണ്ട്. വായനക്കാർ കൂടെ ഉണ്ട്. പക്ഷെ പണ്ട് തൊട്ടേ
ഇത് വായിക്കുന്ന കുറേ എഴുത്തുകാർ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കാൻ സാധ്യതയില്ല. എൻ്റെ വിൽപ്പന കണ്ട ഒരു കാലത്തും ഒരു പുസ്തകം വിൽക്കാനുള്ള സാധ്യത കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരെ നിൽക്കാനുള്ള സാധ്യത കുറവായിരുന്നു. അങ്ങനെയാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടാമത്തെ പിന്നെ തൊട്ട് എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാ മറ്റേ പ്രസാധകരും അവർക്ക് എൻ്റെ പുസ്തകം വിറ്റ് ലാഭമൊന്നും ഇല്ലെങ്കിലും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. 2005 കുറച്ച് അതിന് മുമ്പ് ഒരു കഥ വന്നു. ഈ 3 അന്ധന്മാർ ആനയെ ഇരിക്കുന്നു എന്നുള്ള പുസ്തകം ഒരു 10 കഥകളുമായിട്ട് ഞാൻ കറണ്ട് ബുക്സ് തൃശ്ശൂർ ഒരു കഥാസമാഹാരം ഇറക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ചാവുകളി എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം ഇറക്കി. ഈ ചാവുകളി എന്നുള്ള കഥയും ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കഥകൾ പറയാം. ഈ ചാവുകളി ഇറക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി ഇതിന്. ഈ പിറ്റേ കൊല്ലം എന്നെ ഒരു ഭാരവാഹി വിളിച്ചു പറഞ്ഞു. ഭാരവാഹി ആരുമല്ല, സി രാവുണ്ണിയാണ് നമ്മുടെ കവി. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മറ്റേ സംഭവം സുഭാഷ് ചന്ദ്രൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്, KS സെബാസ്റ്റ്യൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവാർഡ് പ്രതീക്ഷിക്കുന്നില്ല, കാരണം അങ്ങനെ അത്ര ഇതുള്ളതല്ലോ. നിങ്ങൾക്ക് അവാർഡ് ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം ഇതൊരു ഒരു അവാർഡുള്ള ഒരു ഗീത ഹിരണ്യൻ പുരസ്കാരമുണ്ട് 40 വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത് മേജർ അവാർഡ് എനിക്ക് കിട്ടി. അത് എന്നെ വേറെ രീതിയിൽ വലിയ തരത്തിൽ സന്തോഷിപ്പിച്ചു. ഇത് പക്ഷേ വായനക്കാരെ അങ്ങനെ പ്രചോദിപ്പിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറവായിരുന്നു. അപ്പോൾ പുസ്തകങ്ങളൊക്കെ ആ ഒരു താരതമ്യേന നിരക്ക് കുറഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ചാവുകളി എന്നുള്ള കഥ ഒരു ഗുണ്ടകളുടെ കഥയാണ്. അപ്പോൾ എന്നോട് പലരും ഇംഗ്ലീഷിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ മേലധികാരി ഒരിക്കൽ ഒരു സ്ത്രീ നന്നായി വായിക്കുന്നതാണ്, അവർ പറഞ്ഞു നിങ്ങളെ കണ്ടാൽ ഈ കഥ എഴുതുന്ന ഒരാളാണ് തോന്നില്ലോ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തൃശ്ശൂരാന്ന് ഞാൻ എൻ്റെ ഒരു ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ഈ ഇടിച്ച വാഹനങ്ങൾ എടുക്കാനായിട്ട് ആളുകൾ വരും. ഇടിച്ച വാഹനങ്ങൾ എടുക്കാൻ വരുന്ന ആളുകൾക്ക് കുറച്ചൊരു ബ്ലാക്ക് മാർക്കറ്റ് സ്വഭാവം ഉണ്ടായിരിക്കും, ഇത്തിരി ഷെയ്ഡി ആയിരിക്കും അവരുടെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് വരികയും ഞാനപ്പോൾ എൻ്റെ റൂമിലേക്ക് സംബന്ധിച്ച ആൾ വന്നു, കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തൃശ്ശൂരുകാർ ഞങ്ങളുടെയൊക്കെ ഭാഷ നിങ്ങൾക്കറിയാലോ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒഴുക്കുള്ള ഭാഷയാണ്. ഞാൻ പറയുന്നതിനേക്കാളും ഒഴുക്കിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇദ്ദേഹം വരികയും ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരു സിങ്കായി എന്നൊക്കെ പറയുന്ന പോലെയായി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ചെറിയ തൃശ്ശൂർ നഗരത്തെ വേണമെങ്കിൽ കുലുക്കാൻ കഴിവുള്ള ഒരു ചെറിയ ഗുണ്ടയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു. അപ്പോൾ ആൾ പോകുമ്പോൾ പറഞ്ഞു, ഇടിച്ച വണ്ടി ഒക്കെ വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, തന്നെയല്ല തൃശ്ശൂർ നഗരത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് അറിയാം, അപ്പോൾ ഞാൻ എങ്ങനെ വിളിക്കുക വെച്ചു. ഒന്നും വേണ്ട, തൃശ്ശൂരിൽ ഇറങ്ങുക, ഷാജി തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മതി. ഷാജി തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ, ഷാജി എന്ന് വെച്ചാൽ ഏത് മതത്തിൽ ഏത് ലിംഗത്തിലുള്ള പേരാണ്. ഷാജി എന്ന് വിളിച്ചാൽ തൃശ്ശൂരെ എല്ലാവരും അറിയുന്ന ആ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ കഥ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്. അത് ജയിലിൽ വിട്ടുപോരുന്ന ഒരാൾ അതേപോലെ കൊന്തഷാജിയെ ഫിനിഷ് ചെയ്യണം എന്നുള്ളത്, കൊന്തഷാജിയെ ഫിനിഷ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഡേറ്റ് മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. ഒരു ഗുണ്ടകളുടെ ജീവിതമാണ് അത്. അങ്ങനെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനാന്തര ഭാഗത്തേക്ക് പോകുമ്പോൾ ഇട്ടുപോകുന്ന ഒരു തൂവൽ അല്ലെങ്കിൽ ഒരു തൂവാല, ഇതാണ് ഈ കഥ. അങ്ങനെ ഞാൻ ഇങ്ങനെ കഥകൾ ഓരോ കഥയ്ക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ അത് മുഴുവൻ പറയാൻ നിന്ന് ഈ സമയം തീരില്ല, നിങ്ങൾ വല്ലാതെ ബോറടിക്കും. ഇപ്പം തന്നെ ഈ പറഞ്ഞ ഏകപക്ഷീയമായിട്ടുള്ളൊരു ഭാഷയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരോട് ചോദ്യം കേൾക്കാനാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പക്ഷേ വളരെ മുമ്പ് ഞാൻ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് NBS വഴിക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇപ്പോഴത് DC ബുക്സിലുണ്ട്. പക്ഷെ ഞാനതിൽ വലിയൊരു തൃപ്തനായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2007 സമയത്ത് ഈ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം വാക്കുകൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 100 പേജിൽ താഴെയുള്ളൂ. അതിപ്പോഴും വളരെ നല്ല പുസ്തകമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ആരും കണ്ടിട്ടില്ല. 3000-4000 കോപ്പി പോകുന്ന ചെറിയ പുസ്തകമാണ്. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിൽ നിന്ന് ജീവിത സംഘർഷമായിട്ട് മാറുന്ന ഒരു രചനയാണ്. അത് ജീവിത സംഘർഷം എന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിലുള്ളൊരു ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ എഴുതുക എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രമേയമാണ്. അത് എല്ലാ കാലത്തും ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ തപോമയുടെ അച്ഛനിൽ അത് ഉണ്ട്. അതുപോലെയുള്ള ചെറിയ 4-5 നോവലുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ അങ്ങനെ ഒരു നോവലായിരുന്നു, 100 പേജുള്ള നോവൽ. കുറച്ചൊക്കെ പേര് കണ്ടിട്ടുണ്ട്. മിക്കവാറും എൻ്റെ എല്ലാ പുസ്തകങ്ങളും, അതും ഒരു വേറെ രീതിയിലുള്ള ഒരു അഹന്ത പ്രകടനമല്ല, വരുമ്പോൾ എല്ലാ കൊല്ലത്തെയും ലിസ്റ്റിൽ
മികച്ച പുസ്തകങ്ങൾ ലിസ്റ്റിൽ വരാറുണ്ട്. ചാവുകളി മനോരമയുടെ ലിസ്റ്റിൽ വന്നു. ഇന്ത്യ ടുഡേയുടെ എല്ലാ കൊല്ലമുള്ള ലിസ്റ്റുകളിൽ ഞാൻ എൻ്റെ പുസ്തകങ്ങൾ വരാറുണ്ട്. ഈ പറയുന്ന വിൽപ്പനയൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു വേറെ രീതിയിലുള്ള ഒരു ഗൗരവമുള്ള വായനക്കാരുടെ ഒരു വലിയ അനുഗ്രഹവും നിരൂപകരുടെ ഒരു വേറെ രീതിയിൽ പരിഗണനയും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവരോട് വളരെ നന്ദി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്കുകൾ വന്നതിന് ശേഷം ഞാൻ ദീർഘമായിട്ടുള്ള ഒരു നോവലിനെ പറ്റി ആലോചിക്കുകയാണ്. 2007-8 കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കുകയും ആ സമയത്ത് എൻ്റെ വായന യോസ, കഴിഞ്ഞ വർഷം മരിച്ചുപോയ മരിയ ബർഗാസ് യോസ എന്ന പെറുവിയൻ നോവലിസ്റ്റായിട്ട് വലിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രചന ദ റിയൽ ലൈഫ് ഓഫ് അയഹാന്തോ മൈത്ത എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് ഒരു പെറുവിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ നക്സലേറ്റുകളെ പോലെ. ഇപ്പോൾ വെള്ളത്തുവൽ സ്റ്റീഫൻ ഇന്നലെ മരിച്ചു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ യോസ കാണുന്നത് അന്ന് കാലത്ത് പെറുവിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത 10-15 പേരുടെ ജീവിതം എന്തായിത്തീർന്നു എന്നുള്ളതാണ് ആ നോവലിൻ്റെ പ്രമേയം. അതിൽ അയഹാന്തോ മൈത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രം ജയിലിൽ ദീർഘകാലം അടയ്ക്കപ്പെടുകയും മറ്റെല്ലാവരും പല പല രീതികളിൽ രക്ഷപ്പെടുകയും വലിയ ഈ ഭൂഷ്വാസികളാവുകയും വിരുദ്ധരാവുകയും രക്ഷപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം, ഒരു പത്രപ്രവർത്തനം നടത്തുന്ന അന്വേഷണം, പല പല ആളുകൾ പോയി കാണുകയും അന്നത്തെ കലാപത്തെക്കുറിച്ച് ചോദിക്കുകയും ഈ മായ്ത്ത എവിടെയാണെന്ന് മനസ്സിലാക്കുകയും അതിലത്തെ ഒരു ട്രോട്സ്കിസ്റ്റാണ്, അന്തിക്രിസ്തു എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ട്രോട്സ്കിസ്റ്റ് അന്ന് അതുപോലെ തന്നെ അയാളൊരു ഗേ ആണ്, വർഗരതി സൂക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ്റെ ജീവിത ദുരന്തത്തിലൂടെ എനിക്ക് കഥ പോകുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ഒരു നക്സൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും പറയും നമ്മുടെ കേരളത്തിൽ യുദ്ധം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ പിന്നീട് ഭാഗ്യത്തിന് ഉണ്ടായി, കോവിഡ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. ഈ പറഞ്ഞ ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എഴുത്തുകാരാവാത്തത് എന്നുള്ളൊരു ഒഴിവ് പറയാറുണ്ട്. സത്യത്തിൽ ഇതില്ലാതിരിക്കട്ടെ, എഴുത്തിൻ്റെ ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പറഞ്ഞ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ ജീവിതവും വളരെ ഗൗരവമുള്ളതാണ്, പക്ഷെ നമ്മൾ ഈ ഗൗരവം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാം, ഡെക്കലോഗ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. കീസ്ലോവ്സ്കി എന്ന് പറയുന്ന പോളിഷ് സംവിധായകൻ്റെ, പോളിഷല്ല അതെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, പെട്ടെന്ന് പോളിഷ് സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ 10 കഥ നടക്കുന്നത് ഒരൊറ്റ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ്, 10 വീടുകളിലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കഥയായിട്ടാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഗംഭീരമായ സിനിമകളായിട്ട് മാറുകയാണ്. ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ, ഈ പ്രമേയമാണ്. അതുപോലെ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വലിയ യുദ്ധമൊന്നല്ല, മനുഷ്യർ തമ്മിലുള്ള പ്രതിസന്ധികൾ, അവരുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഗൗരവമുള്ള രചനകൾക്ക് പാത്രമാവും എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വായന. ഈ വായനയിലൂടെ ഞാൻ വലിയ തിരിച്ചറിവ് നേടി. അപ്പോൾ ഞാൻ കേരളത്തിലെ അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയും, ഞാൻ വളരെ ചെറുപ്പം തൊട്ട് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. കക്ഷി രാഷ്ട്രീയത്തോടല്ല, രാഷ്ട്രീയം വായിക്കുകയും 4-5 ക്ലാസ് തൊട്ടൊക്കെ എനിക്ക് കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് ഞാൻ പിന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുകയും പല ആളുകളെ പോയി കാണുകയും ചെയ്തു. അന്ന് നക്സൽ മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന പല ആളുകളെ കാണുകയും അവരുടെ അഭിമുഖങ്ങൾ വായിക്കുകയും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിൽ പോയി കാണുക. അങ്ങനെയാണ് ഞാൻ അന്ധകാരനഴി എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. 2009 മാർച്ച് 22-നാണ് ഈ നോവൽ പൂർത്തിയാക്കുന്നത്. അത് മറ്റൊരു അടയാളമാണ്, ഒരു നേരത്തെ പറഞ്ഞ പോലെ അന്തർഭാഗത്തുള്ളൊരു തൂവാലയാണ്. അവിടെ അത് എഴുതി തീർന്നതിന് ശേഷം ഇതിന് പേരിടാതെ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ അത് അന്ന സമയത്ത് എനിക്കൊന്ന് സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ വരുന്നു. ഒരു 1.5 വർഷത്തോളം ഈ നോവൽ അവിടെ അവരുടെ പരിഗണനയിൽ ഇരുന്നിരുന്നു. ജൂൺ മാസം, പിറ്റേ കൊല്ലം ജൂൺ മാസം, ഒരു 1.25 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് എന്നോട് പത്രാധിപർ പറഞ്ഞത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ അതിനൊരു പേരിടൽ നടന്നിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചു പറയാണ്, അന്ധകാരനഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ബസ് ഞാൻ കണ്ടു, എന്തുകൊണ്ട് നമുക്ക് നോവലിൽ അന്ധകാരനഴി എന്ന് പേരിട്ടുകൂടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അയാൾ വായിച്ചിട്ടുള്ള ഒരാളാണ്, സുഹൃത്താണ്. ആ പേര് ഞാൻ അപ്പോൾ അതിന് കൊടുക്കുകയും അത് കറക്റ്റ് ഉചിതമായിട്ടുള്ളൊരു പേരായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അന്ധകാരനഴി ഇതിൽ വരുന്നത്. അന്ധകാരനഴി വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും എനിക്ക് വേറെ രീതിയിലുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊരു നോവൽ വരുന്നു എന്നുള്ളത് വലിയ പ്രധാനമാണ്. മലയാള നോവൽ മാറ്റം പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിൻ്റെ ആദ്യത്തെ ലക്കത്തിൽ കവർ സ്റ്റോറി അടിച്ചിരുന്നത്. മാറ്റം പ്രഖ്യാപിച്ചുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നോവലിലേക്കുള്ള ഒരു ചുവടുവെപ്പ്, വലിയ രീതിയിലുള്ള ചുവടുവെപ്പ് എനിക്ക് നടന്നു എന്നുള്ളതാണ്. പിറ്റേ വർഷം അതിനും ഈ പറഞ്ഞ പോലെ സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. പിന്നെ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു നോവൽ എഴുതാൻ 11 വർഷത്തോളം എടുത്തു.
എനിക്ക് നോവലുണ്ടായിരുന്നില്ല. ഞാൻ വലിയ തിരക്കുകളിൽ പെട്ടുപോയി. ഞാൻ കേരളത്തിൽ നിന്ന് ബോംബെക്ക് ആദ്യം ട്രാൻസ്ഫറായി. ബോംബെയിൽ നിന്ന് നേരെ പൂനെയിലേക്ക് ഒരു 3 കൊല്ലത്തോളം അവിടെ ജീവിച്ചു. പൂനെയിൽ നിന്ന് നേരെ കൊൽക്കത്തയ്ക്ക് പോയി. കൊൽക്കത്തയിൽ 1.5 വർഷം ജീവിച്ചു. ഈ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നേരത്തെ ജോലിക്ക് കയറിയായത് ആളായതുകൊണ്ട് ജോലി വിട്ടേക്കാം എന്ന് വിചാരിച്ചു. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനമായിരുന്നു. കാരണം 51 വയസ്സിൽ ജോലി വിടുക, 9 കൊല്ലം കളയുക. അന്ന് കുറച്ച് ഒരു സീനിയർ പോസ്റ്റുകളിലായിരുന്നു ഞാൻ. അപ്പോൾ വലിയ ശമ്പളവും ഒക്കെ കളഞ്ഞുകൊണ്ട് വേണം വരാൻ. എൻ്റെ പുസ്തകമാണെങ്കിൽ അങ്ങനെ വിറ്റെനിക്ക് വലിയ ലാഭമൊന്നുമുള്ള കാലമല്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു തീരുമാനം എടുത്തു. അതെന്നെ സഹായിച്ചത് ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയാണ്. കാരണം ഞങ്ങൾ കൽക്കത്തയിൽ താമസിച്ചിരുന്ന സമയത്ത് നിന്ന് അവിടെ നിന്ന് ജോലിക്ക് വണ്ടിയിൽ പോകുമ്പോൾ മുമ്പിലുള്ള ഒരു ആശുപത്രിയിൽ നിരന്തരം ശവങ്ങളിങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്നത് കാണുമായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. നാളെയായിട്ട് വേണമെങ്കിൽ കോവിഡ് ബാധിച്ച് വരിക. ഇപ്പോൾ എല്ലാവരും അത് മറന്നു. മനുഷ്യൻ്റെ ഓർമ്മ വളരെ കുറവാണ്. പക്ഷേ ശ്വാസം കിട്ടാതെ പെടഞ്ഞുന്ന, അതുപോലെ ഞാൻ എൻ്റെ സുഹൃത്തിന് രാത്രി ഈ കോവിഡിൽ എല്ലാവരും അടച്ചിരുന്ന സമയത്ത് അതിരാത്രി അയാൾ രക്തം ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ ഈ മറ്റേ കൽക്കത്തയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് പോവാണ്. കൽക്കത്ത നഗരം മുഴുവൻ ഉറങ്ങാണ്. പോലീസുകാരല്ലാതെ ആരുമില്ല. ഒരു 1 മണി 2 മണി നേരത്ത് ഞങ്ങളൊരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. പോലീസുകാരല്ലാതെ ഇത്രയും വലിയ നഗരത്തിൽ അവിടെ ചെല്ലുന്നു. ഡോക്ടർ ഏതാണ്ട് തൊട്ടുകൂടായ്മ പാലിക്കുന്ന പോലെ വളരെ ദൂരത്തേക്ക് നമ്മളെ നിർത്തുകയും ഈ രോഗിയെ മാത്രം വളരെ അകലെ നിന്നുകൊണ്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ നിരാശ തോന്നുന്ന ഒരു ശുഭവിശ്വാസവും ഇല്ലാത്തൊരു കാലഘട്ടം ഇങ്ങനെ കടന്നു പോകണം, അടച്ച കാലഘട്ടം. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പക്ഷേ ഈ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് 2020 ഓഗസ്റ്റിൽ ഞാൻ ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവല് പൂർത്തിയാക്കുകയാണ്. ഈ നോവല് ഈ ജോലി വിടുന്ന സമയത്ത് ഏതാണ്ട് ഇത് പൂർത്തിയാക്കി. അത് 11 വർഷത്തിന് ശേഷമുള്ളൊരു നോവലായിരുന്നു. ഈ നോവൽ എഴുതുന്ന സമയം എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ 11 വർഷത്തെ ഇടവേള ഉണ്ടായിരുന്നെങ്കിലും ഈ പുറത്തേക്ക് പോയ ഒരു കാലഘട്ടം എന്നെ വളരെയധികം സഹായിച്ചു. അത് ഈ 2 നോവലും, തപോമയുടെ അച്ഛൻ എന്നുള്ള നോവലും ജ്ഞാനഭാരം എന്നുള്ള നോവലും, 2 നോവലും മിക്കവാറും എൻ്റെ മനസ്സിൽ ആ സമയത്ത് തന്നെ പൂർത്തിയായിരുന്നു 2019-20 കാലഘട്ടത്തിൽ. പക്ഷെ ആദ്യം എനിക്കൊരു തുടക്കം കിട്ടുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഈ തുടക്കം കിട്ടാൻ ഉള്ള പ്രയാസം കൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ വർക്കുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, പല സമയത്തായിട്ട് മാറ്റി വെച്ചിട്ടുള്ള വർക്കുകൾ. അത് ഞാൻ ഇപ്പോൾ തപോമയുടെ അച്ഛൻ 4 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും എഴുതി. ജ്ഞാനഭാരം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലി തിരക്കുകളൊക്കെ ഒഴിവാക്കി വരികയാണ്. ഇതാണ് എൻ്റെ ഒരു വേറെ രീതിയിലുള്ള ഒരു അടയാളം. അതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊരു 5 മിനിറ്റ് കൂടി എടുക്കാം. അതായത് ഈ മനുഷ്യ സംഘർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറേ രചനകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ നോവലുകൾ, വാക്കുകൾ എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഈ ചെറിയ നോവലുകൾ എഴുതുന്നത് ഈ അന്ധകാരയ്ക്ക് ശേഷം കുന്നുകൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അതെൻ്റെ നാടായിട്ട് എനിക്ക് ബന്ധമുള്ള ഒരു ഭാഗമാണ്. ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ മുമ്പിലെ റോട്ടിലൂടെ പോകുന്ന വണ്ടികൾ അതിന് ചില്ല് വെച്ചിട്ട് അവരുടെ ടയർ പൊട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കുമല്ലോ എന്ന് ചെറിയ കുട്ടികൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നു, അങ്ങനെ കളിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ടയർ പൊട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഭാഗ്യവശാൽ പൊട്ടിയെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ പിടിച്ച് തല്ലിയെടുത്തു. ചെറിയ കുട്ടികളാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം നമ്മൾ ആലോചിക്കും, അന്ന് ഒരു ടയർ പൊട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു വളരെ വയസ്സനായിട്ടുള്ള ഒരാൾ പഴയ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു വിഷ്വൽ, ഒരു ദൃശ്യം സിനിമയുടെ പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതാണ് ഞാൻ കുന്നുകൾ നക്ഷത്രങ്ങൾ എന്ന പേരിൽ ഈ കഥ എഴുതിയത്. അത് അതിൻ്റെ ഭൂപ്രദേശമൊക്കെ എൻ്റെ നാട് തന്നെയാണ്. കഥ ഇങ്ങനെ മാറി വരും. ഒരു വഴിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ വ്യത്യാസമുള്ളൊരു കഥയാണ്. ചെറിയ നോവലാണ്. അത് 2014 ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചിദംബര രഹസ്യം എന്ന് പറയുന്ന 3 അല്പം ദീർഘമായ കഥകൾ, നോവലുകൾ എന്നുള്ള പേരിൽ തന്നെയാണ് വരുന്നത്. ഈ ചിദംബര രഹസ്യം, മറ്റൊരു വേനൽ, മുസോളി, 3 നോവലുകളും കുടുംബ ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകളെയും പ്രതിസന്ധികളെയും സൂചിപ്പിക്കുന്ന ഇങ്ങനെ നോവലുകൾ, ചെറിയ നോവലുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഇടയിലുള്ള വലിയ നോവലുകളുടെ ഒരു കാലവിളംബത്തെ ഇങ്ങനെ സഹിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ അടയാളപ്പെടുത്തി എന്ന് പറയാം. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്ന കുന്നുകൾ നക്ഷത്രങ്ങൾക്ക് ഇതിനൊക്കെ ശേഷം ജ്ഞാനഭാരം എന്ന കഥ 2020-21 വരുന്നത്. പിന്നെ തപോമയുടെ അച്ഛൻ. ഇടയ്ക്ക് എപ്പോഴും കഥകൾ എഴുതുന്നുണ്ട്. കഥകൾ എന്നെ സംബന്ധിച്ച് വളരെ
വളരെ ഊർജ്ജദായകമായിട്ടുള്ള സംഭവമാണ്. കഥ എഴുതുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളൊരു സംഭവമാണ്. 1 കൊല്ലം 2 കൊല്ലത്തിലെ ഒരിക്കലൊക്കെയാണ് ഒരു കഥ എഴുതാൻ പറ്റുന്നുള്ളൂ. കഥ വലിയ കഠിനമായിട്ടുള്ള പരിശ്രമം വേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ 1 മാസം 1.5 മാസമൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ കഥ എഴുതുന്നത്. ഞാൻ ദീർഘമായ കഥകളാണ് എഴുതുന്നത്. ചെറിയ കഥകൾ വളരെ അപൂർവം ഞാൻ എഴുതി. കുട്ടികൾ പഠിച്ചിട്ടുള്ള ഒരു കഥ വേണമെങ്കിൽ പണയം എന്ന് പറഞ്ഞിട്ടൊരു കഥ 10ൽ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമായിരിക്കും എൻ്റെ ഒരു ചെറിയ കഥ എന്ന് പറയുന്നത്. ബാക്കി മിക്കവാറും ദീർഘമായ കഥകൾ എഴുതുന്നു. ദീർഘമായ കഥകൾ ആളുകളെ വിരസമായ ഒരു വായന അവർക്ക് നൽകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരിക്കലും ഒരു ദുർഗ്രഹമായിട്ട് എഴുതാതിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഈ പറയുന്ന വിഷയത്തിലുള്ള കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സിനിമയിൽ പൊക്കൂടെ എന്നൊക്കെ. സിനിമ എന്നെ സിനിമ ഞാൻ ധാരാളം സിനിമ കാണുന്ന ആളായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, പക്ഷേ സിനിമയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ എഴുത്ത്. സിനിമ എൻ്റെ പ്രശ്നമല്ല. ഞാൻ സിനിമ തിരക്കഥ എഴുതാനോ ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. എനിക്ക് സാഹിത്യം മാത്രമേ ഇഷ്ടമുള്ളൂ. സാഹിത്യം മാത്രമാണ് എന്നെ ഭരിക്കുന്നതും കൊണ്ടുപോകുന്നതും വായിക്കുന്നതും. വേറെ ഒന്നുമല്ല. ഇപ്പോൾ നാളെ ഒരു സാഹിത്യ പദവിയൊന്നും എന്നെ ബാധിക്കുന്ന ഒരാളല്ല. സിനിമ എനിക്ക് പറ്റാത്തൊരു വിഷയമായിരിക്കും. സിനിമ ചെയ്യുന്ന വളരെ നല്ല എഴുത്തുകാർ, സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരോടൊക്കെയുള്ള ഒരു ആദരവുണ്ട്. പക്ഷേ എൻ്റെ വിഷയം അതല്ല. എനിക്ക് അങ്ങനെ ഒരു അപ്ലൈഡ് ആർട്ട് എന്നാണ് സിനിമയ്ക്ക് എന്നെ സംബന്ധിച്ച്. അങ്ങനെ വായിച്ചാൽ എനിക്ക് അതിന് ഒരു സന്തോഷവും കിട്ടുന്നില്ല എന്നാണ്. ഞാൻ ഒരു ചെറിയ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത്. മുമ്പ് മധു കൈതപ്രം എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ വാക്കുകളുടെ ഒരു തിരക്കഥ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് അത്ര നല്ലൊരു അനുഭവമായിട്ട് തോന്നിയില്ല. എഴുത്തിൽ നമ്മൾ ഒരു പ്രത്യേക ഘട്ടങ്ങളിലെത്തുമ്പോൾ വളരെ സജീവമായിട്ട് നമ്മൾ അതിൽ മുഴുകുകയും അതിൽ നിന്ന് വലിയ ഊർജ്ജം കണ്ടെത്തുകയും ചെയ്യുന്നു. അതങ്ങനെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സംവിധായകനാണോ. സിനിമയല്ല, മറ്റ് കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇപ്പോൾ സമീപകാലത്ത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുന്നുണ്ട്. അതായത് ഇപ്പോൾ വായിക്കുന്ന നോവലുകളെ പറ്റി എഴുതുക എന്നുള്ളത്, അത് പലപ്പോഴും ആളുകൾ പുസ്തകം വായിച്ച ഞാൻ എന്ന രീതിയിൽ എഴുതാനല്ല, ഞാൻ വായിക്കുക, അതിന് മലയാളികളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വളരെ ദീർഘമായിട്ടുള്ള ഒരു ലേഖനം മരിയ ബർഗാസ് യോസയുടെ കൺവെർസേഷൻ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന നോവലിനെ പറ്റി എഴുതിയിരുന്നു. വളരെ വായനയിൽ ദുഷ്കരം എന്ന് പറയുന്ന നോവലാണ്. പക്ഷെ അത് വളരെ പഠിച്ച് ശ്രദ്ധയോടെ ഞാൻ ഇത് എഴുതി. അങ്ങനെയുള്ള ഒരു പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആളുകൾക്ക് ഗുണങ്ങൾ. പിന്നെ ഈ സർഗാത്മക സാഹിത്യത്തെ പറ്റി, എഴുത്തിൻ്റെ രീതികളെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം കൊണ്ടുവരണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയും ദീർഘകാലം എന്തെങ്കിലുമൊക്കെ നോവലുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. പലപ്പോഴും അതിൻ്റെ സമയമാകുമ്പോൾ അങ്ങനെ നോവലുകളോടുകൂടി മുന്നോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷം. തപോമയിൽ ഗാലപ്പഗോസിൽ നിന്ന് തപോമയിൽ അല്ലെങ്കിൽ മ്യൂസിയം വരെയുള്ള ഒരു ദീർഘമായിട്ടുള്ള ജീവചരിത്രം ഹ്രസ്വമായിട്ട് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ എൻ്റെ വളരെ പ്രിയപ്പെട്ട വായനക്കാർ ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് എനിക്കറിയാം. അവരിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും കൂടിയാണ് പ്രതീക്ഷിച്ചത്. നമുക്ക് സമയമുണ്ട്. കാരണം എനിക്ക് ഇത് കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ ഒരു ഇടവേളയുണ്ടെന്ന് തോന്നുന്നു. എന്നെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ് ഇവിടെ. അന്ധകാരനഴി എന്ന നോവലിനെ കുറിച്ച് പറഞ്ഞു. അതിൽ 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് കവിയായ ഒരുപാട് ദുരൂഹതകൾ നിലനിർത്തുന്ന ശ്രീനിവാസനും, ഒപ്പം വിപ്ലവം കണ്ട് കാട് കയറിയ ശിവനും. ശിവൻ അതിവിപ്ലവകാരിയിൽ നിന്ന് വിപ്ലവത്തിൻ്റെ പാത വിട്ട് ഒരു ക്രൗര്യതയുടെ മുഖത്തിലേക്ക് ശിവൻ മാറുന്നു. ഈ അന്ധകാരനഴിയുടെ ഈ 2 കഥാപാത്രങ്ങളെ വയ്ക്കുമ്പോൾ പഴയ നക്സൽ സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും താങ്കളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മനസ്സിൽ കണ്ടിരുന്നോ? അതാണ് ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ ഉണ്ട് സാർ. ഈ നോവലിനും തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനും തികച്ചും 2 വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുണ്ട്. അത്തരത്തിലുള്ള നോവലുകൾ എഴുതി സാർ ഇവിടെ ഒരുപാട് കഥകളെക്കുറിച്ചൊക്കെ പരാമർശിച്ചു. പക്ഷേ ഒരു കഥയെക്കുറിച്ച് കൂടി മാത്രം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് പത്മരാജൻ അവാർഡ് കിട്ടിയ അങ്ങയുടെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന കഥ. തമാന എന്ന കഥാപാത്ര പ്രകൃതിയും തമാനയും തമ്മിലുള്ള ബന്ധവും, പ്രകൃതി എത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കുന്നു, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാരകങ്ങളുടെ ഉപമ വളരെ മനോഹരമായി പറയുകയും അതിന് പത്മരാജൻ അവാർഡ് കിട്ടുകയും ചെയ്തു. ഈ 2 കാര്യത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം ക്ഷണിക്കുന്നു. ഈ അന്ധകാരനഴി എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗവേഷണം ചെയ്തതിൻ്റെ പലരെയും ഒരു കഥാപാത്രം ഒറ്റ കഥാപാത്രമല്ല, അനേകം കഥാപാത്രങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. ഇതെപ്പോഴും ഞാൻ പറയുന്നതാണ്. നമ്മൾ പല മണ്ണ് കുഴയ്ക്കുകയും ഒരു ശില്പത്തിന് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ആളുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടല്ല ഉണ്ടാവുന്നത്. നമ്മൾ പല ആളുകളിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നുണ്ട്. ചില അംശങ്ങൾ സ്വീകരിക്കും, സന്ദർഭങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ
തീർച്ചയായിട്ടും ഈ അന്ധകാരനിലെ കഥാപാത്രങ്ങൾ, ശിവൻ എന്ന കഥാപാത്രങ്ങൾ പ്രത്യേകിച്ചും പല ആളുകളുടെ അനുഭവമായിട്ട് അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ ഒരു അനുഭവ മേഖലയെ ആശ്രയിച്ചിട്ടുണ്ട്. അതേസമയം ഒരു 10-70 വർഷം ലോകത്ത് നിലനിന്നിരുന്ന, ഇപ്പം എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, നമ്മുടെ പുതിയ മലയാളത്തിലെ മിക്കവാറും ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാരൊക്കെ വലിയ തോതിൽ കേരളത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം ഞാൻ ഈ അന്ധകാരനെ എഴുതിയപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് എതിരാന്നല്ല പറഞ്ഞത്, എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് വിളിച്ചിരുന്നു കുറേ പേര്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ്. അന്ന് ഞാൻ പ്രതിരോധിക്കും, അങ്ങനെ പറയരുത്, ഞാൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റ്. പക്ഷേ ഇപ്പം എനിക്കതൊരു വലിയ കാര്യം തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലൊക്കെ പോയിപ്പോൾ പല ആളുകളോട്, ഈ പ്രത്യേകിച്ചും പഴയ സോവിയറ്റ് ബ്ലോക്കുകളിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് കമ്മ്യൂണിസത്തെ യാതൊരു താല്പര്യമില്ല. അവിടെയുള്ള ജീവിച്ചവർക്ക് നമ്മൾ അകലെയെന്ന് കാണുമ്പോഴേ, കേരളത്തിലെ കമ്മ്യൂണിസം അല്ല കേട്ടോ, അതൊരു ഗാന്ധിയൻ കമ്മ്യൂണിസമാണ്. വേറെ രീതിയിൽ എത്രയോ മഹാന്മാരായിട്ടുള്ള പറഞ്ഞ പോലെ മറ്റേ AKGയും EMSO അച്യുതമേനോനോ PKV ഇവരാരും അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകളല്ലല്ലോ. ഈ മനുഷ്യരെ അത്രമാത്രം മറ്റേ ദുരന്തങ്ങൾക്ക് വിധേയരാക്കിയിട്ടുള്ള ഒരു വലിയ പടയാണ് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുകളിലുണ്ടായിരുന്ന അധികാരികളെന്ന് യാതൊരു തർക്കവും എനിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ എവിടേക്ക് പോകും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ട്രംപ് ഒരു ഭീകരനായിട്ടുള്ള ഭരണാധികാരിയാണ്. അയാൾക്ക് എന്താ തോന്നുക എന്നുള്ളത് രാവിലെ എനിക്കാലും പറയാൻ പറ്റില്ല. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞാൽ ട്രംപ് പുറത്തു പോകും. ട്രംപ് പുറത്ത് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതൊരു ജനാധിപത്യ മാർഗ്ഗമാണ്, അത് പോയേ പറ്റൂ. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വീകാര്യത കൊണ്ടോ അതിൻ്റെ ആസ്പദമാക്കി ജീവിക്കുന്ന ഭരണകൂടങ്ങൾ, അത് മതത്തിൻ്റെ രീതിയിലാവട്ടെ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളുടെ രീതിയിലാവട്ടെ, അവരെല്ലാവരും ഒരു വലിയ തകർച്ചയെ നേരിടാത്ത കാലത്തോളം ഈ വലിയ അക്രമോത്സുകമായിട്ടുള്ള ഭരണങ്ങൾ തുടരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതാണ് ചരിത്രം പറയുന്നത്. കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിലുള്ള ഭരണകൂടങ്ങൾ മനുഷ്യനെ നശിപ്പിക്കും. അധികാരത്തിനോട് വലിയ താല്പര്യമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ അധികാരം കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് അയാൾ പിഴച്ചു പോകാൻ യാതൊരു എന്താ പറയുക, എപ്പോഴും സാധ്യമാണ്. എപ്പോഴും ഈ അധികാരം എന്നുള്ളത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയും മറ്റൊരാളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലാത്ത വളരെ അപൂർവം പേരല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ അന്ധകാരനെ അതാണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. ഈ പറയുന്ന നൃശംസമായിട്ടുള്ള അധികാരം, പരിമിതികളില്ലാത്ത അധികാരം. ഇത് ഭാഗ്യത്തിന് 3 ഗ്രൂപ്പുകളും എന്നെ എതിർക്കേണ്ടായി. കമ്മ്യൂണിസ്റ്റുകൾ അവരെ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നക്സലേറ്റുകളെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന ഒരു വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു കാൽപ്പനിക ഭൂതകാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. കുറേ വലിയ നല്ല മനുഷ്യർ ഒരുപാട് അതിലുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സാത്വികരായിട്ടുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള മനുഷ്യർ. ഈ ശ്രീനിവാസനൊക്കെ അതിൻ്റെ അതാണ്. അവരും വലിയ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി വിശദമായൊരു ദീർഘമായിട്ടുള്ള വിമർശനം മലയാളം വാരികയിൽ ഉന്നയിക്കുകയുണ്ടായി. കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിയത് കൊണ്ടുള്ള ഒരു വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ 3 പേരും ഒരേപോലെ ആക്രമിച്ച ഒരു പുസ്തകമായിട്ട്, അത് വലിയ തോതിലല്ല, അങ്ങനെ രീതിയിൽ ആക്രമിച്ച ഒരു പുസ്തകം എന്നുള്ളൊരു അഭിമാനവും വേണമെങ്കിൽ പറയാം ആ രീതിയിൽ എന്നുള്ളതാണ്. നാരായണങ്ങളുടെ ഉപമയെ പറ്റി ഞാൻ പറയാം. അത് ഒരു കഥയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അല്ലേ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഇത്തവണത്തെ തീം തന്നെ പാരഡോക്സ് ഓഫ് സ്പേസ്. അപ്പോൾ അങ്ങയുടെ ഈ നാരകങ്ങളുടെ ഉപമ എന്ന കഥയിൽ സമയം ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ അത് രാഹുൽ രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കഥയിൽ തമാനെ എന്ന കഥാപാത്രം ഈ നാരകങ്ങളുടെ അല്ലികൾ പൊളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരു നാരങ്ങയല്ലി തിന്നാൻ ഇത്രയും സമയമോ, ഒരു നാരകം ഒരു കാലം. ഇതിലും ഭംഗിയായി പാരഡോക്സ് ഓഫ് സ്പേസ് അവതരിപ്പിച്ച ഒരു കഥയില്ല. ആ കഥയെപ്പറ്റിയും സമയം എങ്ങനെയാണ് അതിൽ നമ്മൾ ഒരു വിഷയമാക്കിയെടുത്തത് എന്നുള്ളതും സംസാരിച്ചാൽ കൊള്ളാം. ഈ കഥ എഴുതുന്ന സമയത്ത് ഞാൻ വലിയ തിരക്കുകളിലൂടെ കടന്നു പോയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ തിരക്കുകൾ 2017-18 കാലഘട്ടത്തിലൊക്കെ പലതരം പണികൾ, നമ്മുടെ ഓഫീസ് ജോലികൾ, ജീവിതത്തിൻ്റെ തിരക്കുകൾ ഓടുകയായിരുന്നു. അപ്പം അത് ഈ സമയത്ത് 2018 തുടക്കത്തിൽ ഇപ്പോൾ ഈ തപോമയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു സൈന്ധവ കുഴിച്ചെടുപ്പ് നടക്കുന്നുണ്ട്, എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില ഫലങ്ങൾ അറിഞ്ഞതോട് കൂടിയിട്ട് ഇതിനെപ്പറ്റിയൊരു ഇൻ്റർവ്യൂ നടത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമത്തിൻ്റെ എഡിറ്റർ മുസഫർ അഹമ്മദ് എന്നെ വിളിക്കും.
അപ്പോൾ ഞാൻ പൂനെയിൽ ജോലി ചെയ്യാണ്. പൂനെയിൽ ഡക്കാൻ സർവകലാശാലയിലെ ഡോക്ടർ വസന്ത് ഷിൻഡെ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പൂനെയിൽ ഞാൻ ഒരു 3 കൊല്ലം ഈ ഒരു അക്കാഡമിക് സർക്കിളിൽ വർക്ക് ചെയ്യായിരുന്നു ഡെപ്യൂട്ടേഷനിൽ. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു. മുസഫർ കൂടെ വരികയും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സായാഹ്നത്തിൽ ഇദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ റെക്കോർഡ് ചെയ്യും, അപൂർവം ചില ചോദ്യങ്ങളേ ഉള്ളൂ. ചോദ്യങ്ങൾ മുഴുവൻ മുസഫർ ചോദിക്കുന്നു, പത്രക്കാരാണ്. അപ്പോൾ ഈ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പല കഥകളും നമ്മളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെല്ലാവരും ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടും വളരെ വേഗത്തിലും കാര്യങ്ങൾ തീർക്കാൻ തിരിക്കുന്ന, പക്ഷേ ഈ ആർക്കിയോളജിസ്റ്റുകൾ അങ്ങനെയല്ല. ആർക്കിയോളജിസ്റ്റുകൾ ചെറിയ ഉപകരണങ്ങൾ, കൈക്കോട്ടോ കൊലര എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങൾ വെച്ച് വളരെ സൂക്ഷിച്ച് ഇങ്ങനെ എടുത്തിട്ടാണ് താഴത്തേക്ക് കുഴിച്ച് പോകുന്നത്. വലിയ JCB കൊണ്ടിട്ടൊന്നും തകർക്കാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് തകർന്നു പോകും. അപ്പോൾ വളരെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ പറമ്പിലൊക്കെ തെങ്ങൊക്കെ കിളയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടും, ഒരു പ്ലാസ്റ്റിക് സാധനം കിട്ടും. അതിപ്പോൾ 1 കൊല്ലം മുമ്പോ 2 കൊല്ലം മുമ്പോ അപ്രത്യക്ഷം. ഇതേ സമയം ഒരു 1-2 മീറ്റർ കുഴിച്ച് പതുക്കെ പോകുമ്പോൾ ഒരു കളിമൺ പാത്രം കിട്ടാം, ഒരു ലോഹ വളയം കിട്ടാം, ഒരു കമ്മൽ കിട്ടാം. ഇങ്ങനെയൊക്കെ ഒരടി തഴുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകളാണ് താഴത്തേക്ക് പോകുന്നത്, പതുക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വളരെ യാതൊരു തിരക്കുമില്ലാതെ പതുക്കെ ആരെയും മുറിവേൽപ്പിക്കാതെ അതുകൊണ്ടാണ് ഞാൻ ഈ കഥയിൽ ഒരാളുടെ സ്വപ്നത്തിന് മുറിവേൽപ്പിക്കാതെ ആ ഉറക്കത്തിലൂടെ നടന്നു പോകുക എന്നുള്ളതാണ്. സ്വപ്നത്തിന് മുറിവേൽപ്പിക്കാതെ, സ്വപ്നം ഒരു മാറാലയായിട്ട് ചിന്തിച്ചാൽ, സ്വപ്നത്തിലൊരു മാറാല ഉണ്ടെങ്കിൽ ആ മാറാല പൊട്ടാതെ അയാളുടെ നിദ്രയിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രയോഗം. അപ്പോൾ അത് വളരെ ലോകത്ത് ഇന്ന് നടക്കുന്ന ഈ ക്ഷിപ്ര വിപ്ലവം എന്ന് പറയുന്ന വേഗതയ്ക്കെതിരെയുള്ളൊരു വലിയ കലാപമാണ്. പതുക്കെയാണ് പോകുന്നത്. അവർക്ക് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല, ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ചില പ്രദേശങ്ങളൊക്കെ കുഴിച്ച് വരുമ്പോൾ അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായതായിട്ട് തോന്നില്ല. അങ്ങനെ വളരെ പതുക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, അയാൾ വേറൊരു കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വലിയ സാങ്കേതിക വിദ്യയുടെ കാലമാണത്. പക്ഷേ ആൾ പറഞ്ഞു, ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്, പ്രത്യേകിച്ച് ഈ മധ്യ ഇന്ത്യയിലെ ഗ്രാമത്തിൽ. അയാളൊരു മറാഠിയാണ്. ഈ മധ്യ ഇന്ത്യയിലെ ഗ്രാമത്തിൽ ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് മിക്കവാറും നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു 10,000-3000 കൊല്ലമായിട്ട് ജീവിതം അങ്ങനെ ഒന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഉപയോഗിച്ച പല സാധനങ്ങളും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് ഉപയോഗിച്ച ചിലപ്പോൾ ഒരു കിണ്ടിയൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടാവും. അന്നത്തെ രീതിയിലുള്ള ജീവിതക്രമങ്ങൾ, മരണ ചടങ്ങുകൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാധനം നമുക്ക് വളരെ 2-3 മീറ്റർ താഴത്തു നിന്ന് കണ്ടെത്തിക്കുക, അത് എന്തിനു ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവർ എന്നുള്ളത് മനസ്സിലാവുകയും അത് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാർബൺ ഡേറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എത്ര കാലം പഴക്കമുള്ളതാണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞ ഈ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും കേട്ടിരിക്കാനുള്ളൊരു കാര്യം ഉണ്ടായപ്പോഴാണ് ഈ നാരകങ്ങളുടെ ഉപമ എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ച പോലെ ഒരു കഥാപാത്രം ഒറ്റ കഥാപാത്രം അല്ല എന്ന് പറഞ്ഞ പോലെ ഒരു കഥ ഒറ്റ കഥയല്ല. പല കാര്യങ്ങളിലും നമ്മൾ ഈ പലിശയും പണമൊക്കെ ആഗ്രഹമുള്ള ആളുകൾ എവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ നോക്കിയിട്ടല്ലേ പോവുക, എവിടെയാണ് ഒരു സാധ്യതയുള്ളത്. ബിസിനസ് അയാളുടെ അക്യൂമൻ എന്ന് പറയും ഇംഗ്ലീഷ്, അത്രയും നല്ല കഴിവാണത്. അത് ഉണ്ട്. എഴുത്തുകാരങ്ങനെ തന്നെ, എന്താ എവിടെയെങ്കിലും ഒരു കഥ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ആൻറ്റിനെയും കൊണ്ട് നമ്മൾ നടക്കണം, എവിടെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ, എവിടെയെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഇതായിരുന്നു. മറ്റൊരു സന്ദർഭം, ഞാൻ പൂനെയിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പുറകിൽ ഒരു മുള്ളുകളുള്ള നാരകം ഉണ്ടായിരുന്നു. അത് ഒരിക്കലും പൂക്കില്ല എന്ന് പറഞ്ഞിരുന്നു, ഒരിക്കലും പൂക്കില്ല. ഞാൻ നേരത്തെ കുറച്ച് ആകസ്മികതകളെ പറ്റി പറഞ്ഞ പോലെ ഒരു ദിവസം അപൂർവമായിട്ട് ഒരു നാരങ്ങ ഇങ്ങനെ കുറച്ച് ഇലകളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് നല്ല കാറ്റ് വന്നാൽ ഒന്ന് കാണും, നാരങ്ങ കാണും. കാറ്റ് മറച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും. അത് ഞാൻ ഈ കഥയുടെ അവസാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ കഥയിൽ ഒരു കാലത്തിൻ്റെ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഈ അവസാനത്തെ വാക്യം, ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ വാക്യം വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്നതോടുകൂടെ കഥ മാറുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നു. നമ്മൾ ചില സുഹൃത്തുക്കളെ വായിക്കാൻ കൊടുക്കുന്നു. ചില സുഹൃത്തുക്കൾക്ക് ഞാൻ കഥ വായിക്കാൻ കൊടുക്കും. അപ്പോൾ എൻ്റെ വേറൊരു അവകാശവാദം ഞാൻ പറയും, ഞാൻ അധികം ഒന്നും മോശം കഥകൾ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എഴുതാണ്ടല്ല, ഞാൻ കൊടുക്കില്ല, പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാധനം ആരെങ്കിലും പറഞ്ഞാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ കഴിഞ്ഞോ 5 മിനിറ്റ് 2 ഓക്കെ. അപ്പോൾ ഈ കഥ നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ട എന്ന് വിചാരിക്കും. അപ്പോൾ ഈ കഥകൾ ഇങ്ങനെ വായിക്കാൻ കൊടുത്തപ്പോൾ അവസാനം എന്തോ പ്രശ്നമുണ്ടെന്ന് എൻ്റെ പഴയ വിവർത്തകൻ പറയണ്ടായി. അപ്പോഴാണ് ഈ പറഞ്ഞ പെട്ടെന്നൊരു വാക്യം, ഒരു നാരകം ഒരു കാലം എന്നുള്ള അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ
ആദ്യം ഫാത്തിമയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഫാത്തിമ ചെയ്ത ട്രാൻസ്ലേഷന് എൻ്റെ വേറൊരു സുഹൃത്ത് അവസാനത്തെ സെൻറ്റൻസ് ഒന്ന് മാറ്റി. ആൻ ഓറഞ്ച് ട്രീ കാലം എന്നുള്ള ടൈം പീരീഡ് എന്നല്ലേ, പക്ഷേ ഈ സുഹൃത്ത് ആതിര പറഞ്ഞത് ആൻ ഓറഞ്ച് ട്രീ ആൻ എറ്റേണിറ്റി എന്ന്. എറ്റേണിറ്റി എന്ന് പറയുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ആ ഒരു വലിപ്പം കൂടാണ്. അപ്പോൾ ഈ കഥ വന്നത്, ഈ കഥ കുറേ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, മറ്റേ ഹിന്ദി ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ റഷ്യൻ ഭാഷയിലേക്ക് അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തർജ്ജമ തിരഞ്ഞെടുക്കപ്പെട്ടുണ്ട്. അത് ഉടൻ തന്നെ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഈ നാരായണങ്ങളുടെ ഭൂമിയെ പറ്റിയിട്ടുള്ള ഒരു കാര്യം. സന്തോഷേട്ടൻ്റെ കഥയിൽ കുള്ളന്മാർ ഒരുപാട് വരുന്നുണ്ട്. കുള്ളന്മാർ എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്ക്, അയ്യക്കുരു, നമ്മളെ ഇതിൽ അയ്യക്കുരു, വാവ എന്നുള്ള കഥയിൽ അയാളും ചെറിയതാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണോ? ഈ കുള്ളന്മാരെ കൊണ്ടുവരുന്നത് മനഃപൂർവ്വമാണോ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ മനഃപൂർവ്വമല്ല. പക്ഷേ ഇതിൽ ഞാൻ ആദ്യം എഴുതിയൊരു കഥയാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കായ നോവലായിട്ട് വികസിക്കുന്നത്. അതിലൊരു പ്രശ്നം, അതിപ്പോൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്ന് പറയാം, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പല കാര്യങ്ങളും. അത് നമ്മുടെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും ചില സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അന്ധന്മാർ വരുന്നുണ്ട്, ഒരുപാട് കഥകളിൽ അന്ധന്മാർ വരുന്നുണ്ട്. ഈ അന്ധകാരൻ നോവൽ വരുന്നുണ്ട്. പ്രകാശദൂരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കഥ എഴുതി 3 അന്ധന്മാർ എഴുതിയിട്ടുണ്ട്. അന്ധന്മാർ വരുന്നുണ്ട്. ഈ തപോമയിലും ഒരു അന്ധൻ, ഫോഴ്സ്ഡ് അന്ധനാണ് എങ്കിൽ പോലും വരുന്നുണ്ട്. മനഃപൂർവ്വം പറയാൻ പറ്റില്ല. ഒരു വ്യത്യാസമുള്ളൊരു ക്യാരക്ടറിനെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനൊരു കൂടുതലൊരു ഗൗരവം വരും എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ടായിരിക്കാം. ഒരു വളരെ ബോധപൂർവം ചെയ്യുന്ന പരിപാടിയല്ല അത്. ഇപ്പോൾ അയ്യക്കുരു എന്ന് പറയുന്നത് മൂകനാണ്. മൂകനായിട്ടുള്ള ഒരാളെയും കൂടി അങ്ങനെ നിശ്ചയിക്കണ്ടല്ലോ. അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ഫോർ എക്സാമ്പിൾ ഈ തപോമയുടെ അച്ഛനകത്ത് വായനക്കാർക്ക് പല ഘട്ടങ്ങളിലും സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ എഴുത്തുകാരന് അതുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. എഴുത്ത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. പലപ്പോഴും നമ്മളെ ഇടയിൽ നിന്ന് പോവും. ചിലപ്പോൾ നമുക്ക് ഒരു വെളിച്ചം കിട്ടാതിരിക്കും. അത് അതിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ട്. നമ്മൾ പലപ്പോഴും വളരെ ഒറ്റയടിക്ക് എഴുതി പോകുന്ന കഥകൾ വളരെ അപൂർവമാണ്. നോവൽ ഒരിക്കലും ഇല്ല. നോവൽ നമ്മൾ പിന്നെ നമ്മൾ തുടങ്ങുന്ന കഥയല്ല ചിലപ്പോൾ അവസാനിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടുപോകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില വഴിത്തിരിവുകൾ ലഭിക്കും. അതെല്ലാ എഴുത്തുകാരെ സംബന്ധിച്ചുണ്ട്. ഒറ്റ ചോദ്യമാണ്, തപോമയി ജീവിച്ചിരിപ്പുണ്ടോ? ഈ തപോമയി എന്നുള്ള ആളുടെ പേര് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. അയാൾ ഈസ് വെരി മച്ച് അലൈവ്, നല്ല സുഹൃത്താണ്. അയാളുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ആ നോവലിൽ പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അതൊരു ഭാവനാ സൃഷ്ടിയാണ്. അത് ഈ നമ്മുടെ തപോമയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. അയാളുടെ ഒരു ഭംഗി വേണമെങ്കിൽ പറയാം, അയാളൊരു ബുദ്ധിസ്റ്റാണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അതിൽ. നമ്മൾ ആ പരുന്ത് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ചേട്ടൻ്റെ ഇപ്പം ഇന്നലെ തന്നെ എസ് മാധവൻ പറഞ്ഞു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജെയിംസ് ജോയ്സ്, അതിൽ 3-ാമത്തെ കാര്യം എഴുതാതിരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ 3-ാമത്തേത് എഴുത്തുകാരൻ്റെ കൗശലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ പരുന്തിൽ ഇപ്പോൾ ചേട്ടൻ്റെ ആ കുഴിച്ചൊഴിച്ചു പോകുന്ന തമാനയെ പോലെ തന്നെ നല്ല വായനക്കാർക്ക് അനേകം കഥകൾ അതിൽ നിന്ന് വായിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ആരും വായിക്കുന്നില്ല എന്നുള്ളതിലൊരു വിഷമവും ഉണ്ടാവും അല്ലേ? പക്ഷേ പരുന്ത് എന്ന കഥയിലൊരു രാഷ്ട്രീയമുണ്ട്, അതിലൊരു പാരിസ്ഥിതിക ബോധമുണ്ട്. വേണമെങ്കിൽ അതൊരു പരുന്തിൻ്റെ അല്ലെങ്കിൽ ഒരാളെ കുര്യാക്കോവിനെ അന്വേഷിച്ചു പോകുന്ന ഒരാളുടെ കഥയായിട്ടും വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ പരുന്ത് എന്ന കഥയുടെ പല അടരുകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കും. പെട്ടെന്ന് സൂചിപ്പിക്കുക, ഈ അന്ധകാരനെ എഴുതിയതുകൊണ്ടാണ് പരുന്ത് എഴുതാൻ പറ്റുന്നത്. അന്ധകാരനെ വിപ്ലവ കാലഘട്ടത്തെ പറ്റി എഴുതുകയും, പക്ഷെ പിൽക്കാലത്ത് വിപ്ലവം ഇങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പോലെയുള്ള ഒരു കാര്യമുണ്ട്. ഞാനൊരു ദിവസം എനിക്കുള്ളൊരു സ്ഥലത്ത്, ഈ എൻ്റെ നാട്ടിലെ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നപ്പോൾ എനിക്കത് നോക്കാൻ കൊടുക്കുന്ന ആൾ കുര്യാക്കോ എന്ന് തന്നെയാണ് അയാളുടെ പേര്, കുര്യാക്കോസ്. അയാളുടെ വീട്ടിലൊരു വലിയ പാട്ടയുണ്ട്, അതിൽ വെള്ളം വെച്ചിരിക്കുക, അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടൊരു പരുന്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഈ പക്ഷി, ആകാശത്ത് പറക്കേണ്ട മനുഷ്യൻ സ്വന്തം പ്രതിബിംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് കണ്ട വശം തന്നെ എനിക്കിത് കഥ മിന്നിയതിൽ ഈ പറയുന്നത് ഈ സ്വന്തം ഭൂതകാലത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഈ ആത്മരതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപ്ലവകാരിയുടെ ഒരു ബിംബമായിട്ട് കഥ മാറുകയാണ്. പിന്നെ ആ കഥയിലൊരു വിപ്ലവകാരി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അന്നത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് എഴുതിയ കഥയാണ്. കഴിഞ്ഞു അല്ലേ? ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്തായാലും വലിയ സന്തോഷം ഈ ഇത്രയും ഊണ കഴിഞ്ഞ സമയത്ത് ഇത്രയും വിശദമായിട്ടുള്ള എൻ്റെ പ്രഭാഷണം എന്ന് പറയാവുന്ന ഒരു സംഗതി കേട്ടിരുന്നതിലുള്ള നന്ദി.
അതുപോലെ ഈ ഒരു 5 മിനിറ്റെങ്കിലും കൂടുതൽ അനുവദിച്ചു അല്ലേ? ഇല്ല, അത്രയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ നന്ദി. താങ്ക് യു.